അല്ല, രാത്രികാല സർവശക്തനായ ദൈവം നമ്മുടെ ഇവർക്ക് നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഉപവാസത്തിൻ്റെ ഈ 7ാമത്തെ രാത്രി ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ 6 പകലും 6 രാത്രിയും ദൈവസഭയായ ദിവസത്തിനെ താണിരിക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. കർത്തൃദാസന്മാരെ കർത്താവ് അധികാരത്തോടെ നമ്മുടെ മധ്യയെ ഉപയോഗിച്ച എല്ലാ വിധങ്ങളെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്തൃദാസൻ പാസ്റ്റർ ബൈജു ഉപ്പുതറ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം കർത്തൃത്വത്തിനെ കർത്താവ് നമ്മുടെ മധ്യ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വചനത്തിൽ കൂടെ ആത്മാവിൽ കൂടെ ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ ഇടയാക്കിയ എല്ലാ ദൈവകൃപയോർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃദാസൻ തന്നെ നമ്മുടെ ദൈവനെ സംസാരിക്കും. ദിവസത്തിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ദൈവജനത്തെ വന്ദനം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. കർത്തൃത്വത്തിനെ സൂക്ഷിക്കായി ക്ഷണിക്കുക. കരമുയർത്തി കർത്താവിനൊരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായ നന്ദിയോടെ സ്തോത്രം. ഈ സന്ധ്യയിലും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് എനിക്ക് ആയുസ്സും ആരോഗ്യവുമൊക്കെ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കും വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാ ബഹുമാന്യ അഭിഷക്തന്മാർക്കും ഈ രാത്രി വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ യോഗത്തിന് കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷവും പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിൽ ആമേൻ സ്തോത്രം നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ ദൈവാത്മാവിനെ ഏൽപ്പിച്ച ഒരു ചിന്തയിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വളരെ സുപരിതമായൊരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. സ്തോത്രം. കണ്ണുകളടച്ച് എല്ലാവരും ഒരു നിമിഷം കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഈ രാത്രി ദൈവാത്മാവ് നമ്മോട് ഇടപെടട്ടെ. വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് അനുഗ്രഹമാകട്ടെ. വചനത്തിൻ്റെ ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ നിറവ് നമ്മുടെ ഇടയിൽ ആമേൻ വ്യാപരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി ദൈവം നിറയ്ക്കാൻ ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. അവൻ തൻ്റെ വചനം അയച്ച് അവരെ കുഴിയിൽ നിന്ന് കയറ്റി എന്ന് വായിക്കുന്നത് പോലെ ഈ രാത്രി നാം അറിയാതെ ആമേൻ നമുക്കെതിരായി ശത്രു കുഴിച്ച കുഴിയിൽ നാം അറിയാതെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ആ കുഴിക്കകത്തുനിന്ന് നമ്മെ കയറ്റാൻ കഴിവുള്ള വചനത്തിൻ്റെ ശക്തി ശക്തമായി വ്യാപരിപ്പാൻ എല്ലാ ദൈവമക്കളും അധരങ്ങളെ തുറന്നുകൊണ്ട് അല്പനിമിഷം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹമാര ഹസ്തരാധ ഹൽക്കിയാര ജഗാനകം ഭരാദികൽക്കനം പ്രൗഢമാനകം ക്ഷബൽഖമനകക്ഷം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ദുരബലവനഘടകദന ഹസ്തുമനഘടകദന ഹസ്തമന ജഗതൽക്കമന ഹർമനാദിയാല ഹത്തുരമന ഘടകം ഷാരം ദാനം ജാനം ഘടകം വേദം വരകം വചനം ഘടകം ജീവലാദന ഹസ്തുമാന കക്ഷസ്കന. എല്ലാ പൂരുകളും ഇന്ന് രാത്രി വിട്ടുമാറട്ടെ. ശുശ്രൂഷയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ, ഉപവാസത്തിനെതിരെ, പൂർത്തിയാക്കത്തില്ല, പൂർത്തീകരണത്തിൽ എത്തിക്കുകയല്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ശാസിച്ച് അവയുടെ മേൽ ജയം കൊണ്ടാടുകയാ. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. മഹത്വവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഇവിടുത്തെ പൊന്നുമുഖത്തേക്ക് ഈ രാത്രിയും വളരെ പ്രതീക്ഷയോടെ നോക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ സന്ധ്യയിൽ ഈ സന്ധ്യായാഗത്തിൽ അവിടുത്തെ സാന്നിധ്യമുള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് ഇടപെടും. ഈ ആലയത്തെയും പരിസരത്തെയും അവിടുത്തെ ശ്രേഷ്ഠ ദൂതന്മാരെ വിട്ട് കാവൽ ചെയ്യും. മോശയെ വിളിച്ച് പർവ്വത മുകളിൽ കയറ്റിയപ്പോൾ ആമേൻ ആ പർവ്വതത്തെ മൂടുന്ന നിലവാരത്തിൽ ദൈവത്തിന്റെ ശക്തിയന ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി ഈ ആലയത്തെ മൂടുന്ന ദൈവതേജസ് ഇതിനകത്ത് ഇറങ്ങി വരാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
ഞങ്ങൾ വിട്ടുന്ന ഭവനങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ള സകലത്തെയും കർത്താവിൻ്റെ കരത്തിലേക്ക് തരുന്നു. അവിടുത്തെ ദൂതന്മാരെ കൽപ്പിച്ചാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ കരമുയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുക്കാം. നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണല്ലോ വായിച്ചത്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം എങ്ങനെയാ? സ്തോത്രം. മിസ്രയീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞ് അത്ഭുതം പെരുകുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം, അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു അത്ഭുതമല്ല ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുക. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെയും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ ഏതാണ്ട് 14-ാമത്തെ അധ്യായം വരെ നമുക്കെല്ലാവർക്കും കാണാപ്പാടമാണ്. കാരണം ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ അതേന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒത്തിരി ദൂതുകളും ആലോചനകളും ഒക്കെ നാം പ്രാപിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം നമുക്ക് ആ ഭാഗത്തെ പറ്റി നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മളിങ്ങനെയാ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ, ഈജിപ്തിൽ അടിമകളായിരുന്നെന്ന നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഈ ജനം അടിമയായിട്ടല്ല മിസ്രൈമിൽ പോയതാണോ? അല്ല. പിന്നെ എന്തിനാ പോയത്? ആഹാരം സമ്പാദിക്കാൻ വേണ്ടിയാ എങ്ങോട്ട് പോയത്? നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. സ്തോത്രം. പോകുന്നത് ഉപജീവന മാർഗാർത്ഥമാണ്, അല്ലേ? സ്തോത്രം. അതിനു വേണ്ടിയാ. അല്ലാതെ ആമേൻ അവിടുത്തെ അധികാരസ്ഥന്മാർ വന്ന് നമ്മെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നല്ല. എന്നതുപോലെ മിസ്രൈമിൽ ഇവർ ചെന്നത് അടിമയായിട്ടല്ല. ആമേൻ. പിന്നെയോ ചെന്നിവരാരായി? അടിമയായി. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന അവർ അടിമകളായിരുന്നെന്നാ. പക്ഷേ അവരടിമയായിട്ടല്ല ചെന്നത്, ചെന്നടിമയായി. ആമേൻ. ഇസ്രായേലിന് ഒത്തിരി അടിമത്തങ്ങളുണ്ട്, 10-35 ആമേൻ അക്കമിട്ട് പറയാനുണ്ടെങ്കിലും ആമേൻ ശ്രേഷ്ഠമായ അടിമത്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പീഡാകരമായ അടിമത്തമായിട്ട് നാം കണക്കാക്കുന്ന 1-2 അടിമത്തമുണ്ട്. അതിലെ ഒരു അടിമത്തമാ ബാബേൽ പ്രവാസം. എത്ര വർഷം കൊണ്ട് തീർന്നു? 70 വർഷം കൊണ്ട് തീർന്നു. ആമേൻ. ബാബേലിൽ അവരിരുന്നു. സിയോനെ ഓർത്ത് ബാബേൽ നദിയുടെ തീരത്തിരുന്ന് എന്ത് ചെയ്തെന്നാ? കരഞ്ഞു. അവിടെ കരഞ്ഞതേ ഉള്ളൂ, ഇവിടെ നിലവിളിച്ചു. ആമേൻ. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ ആമേൻ ഇസ്രായേലിനെ വന്ന് അടിമപ്പെടുത്തി എങ്ങോട്ട് കൊണ്ടുപോയി? ബാബിലോണിലേക്ക് കൊണ്ടുപോയി. എന്ന് വെച്ചാൽ വന്ന് പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. അതായിരുന്നു ബാബേൽ പ്രവാസം. എന്നാൽ ഇത് ചെന്ന് കയറി അടിമപ്പെട്ടതാ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രിയും നമ്മുടെ ജീവിതത്തിൽ വന്ന പരാജയം ചെന്നടിമപ്പെട്ടതാണോ വന്നു പിടിച്ചതാണോ? ചെന്നടിമപ്പെട്ടതാണെങ്കിൽ 2 സ്തോത്രം പറയുമ്പോൾ അഴിയും. എന്നാൽ ചെന്നടിമപ്പെട്ടതാണെങ്കിൽ നിലവിളിച്ചാലും രക്ഷയില്ല. എന്നാൽ വന്നു പിടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ 2 സ്തോത്രം പറയുമ്പോൾ അങ്ങ് അഴിയും. അമ്മേൻ. അല്ലാത്ത പക്ഷം അമ്മേൻ നിലവിളിക്കേണ്ടി വരും. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വീണ ബ്ലോക്ക് ഈ 6-ാം സന്ധിയിൽ നീ തന്നെ ഒന്ന് തിരിച്ചറി. ഞാൻ ചെന്നടിമപ്പെട്ടതാണെങ്കിൽ അലറിക്കരയാൻ ഞാൻ തയ്യാറാ. ഇന്ന് രാത്രി എനിക്ക് മോക്ഷം വേണം. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? അമ്മേൻ. അപ്പം ഇവര് ചെന്നെന്ത് ചെയ്തതാ? അടിമ പെട്ടതാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയുണ്ട്. ചെന്നടിമപ്പെട്ടാൽ അഴിയാൻ പാടാ. വന്ന് പിടിച്ചുകൊണ്ട് പോയത് 70 വർഷം കൊണ്ട് എന്ത് ചെയ്തു? അഴിഞ്ഞു. ചെന്നടിമപ്പെട്ടത് ഏതാണ്ട് 430 വർഷം എടുത്ത് ആമെ കെട്ടുപൊട്ടി പുറത്തു വരാൻ. മനസ്സിലായോ? സ്തോത്രം. ദീർഘവർഷങ്ങൾ എടുത്തു. ആമേൻ. ഇതാ ചെന്ന് കയറിയാൽ അഴിയാൻ പാടാ. ആമേൻ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും പലതിലും പോയി അടിമപ്പെട്ടു പോയി. ഇന്ന് ആമേ രാത്രി ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ഗലാത്യ ലേഖനത്തിലെ വാക്യം കണ്ടോ? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പിന്നെയും പോയി കുടുങ്ങിയാൽ അഴിയാൻ പ്രയാസമാതയോ മക്കളെ. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ ജനത അപ്പോ അടിമയായിട്ടല്ലേ പോയത്, ആഹാരം സമ്പാദിക്കാൻ എന്ത് ചെയ്തേ പോയത്. ചുമ്മാതൊന്നുമല്ല പോയത്. വലിയ വാക്തത്വമൊക്കെ കേട്ടിട്ടാ പോയത്. ഞാനതെല്ലാം തെളിയിച്ചു കൊണ്ടുവരാം. വലിയ വാക്തത്വമൊക്കെ കേട്ടാ എന്ത് ചെയ്തേ പോയത്. സ്തോത്രം. വാക്തത്വം കേട്ടെങ്കിലും ആമേൻ വാക്തത്വം കേട്ടവൻ വാക്തത്വ പ്രകാരം ചുവട് വെച്ചില്ലെങ്കിൽ
ആമേൻ. നീ എവിടെ പോയാലും രക്ഷപ്പെടത്തില്ല. എന്നാൽ വാഗ്ദത്ത പ്രകാരം ചലിച്ചാൽ ആമേൻ, നിനക്കൊരു ദോഷവും വരാതെ വണ്ണം ഉയരം നിന്നെ കാത്തുകൊള്ളും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഞാൻ മടങ്ങി വരുന്നു. ആമേൻ. ഈ ജനതയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുവാൻ ദൈവകൃപ ശരണപ്പെടുന്നു. ശ്രദ്ധിച്ചേ, ആമേൻ. ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ആമേൻ, ഒരു മച്ചിയുടെ ഉദരത്തിൽ നിന്ന് ഒരു രാജ്യമാക്കിയ ദൈവം ഇവരെ എന്ത് ചെയ്തേ? പുറത്തു കൊണ്ടുവന്നത്. ഒരു മച്ചിയുടെ ഉദരത്തിൽ നിന്ന് ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടെന്ന് ആമേൻ സ്തോത്രം പറയാൻ തൻ്റെ ഇടമുള്ള ഒറ്റ ജനവിഭാഗമേ ഉള്ളൂ, അവരാ ഇസ്രായേൽ. അവരോട് ചോദിച്ചിട്ട് നിങ്ങളുടെ പിതൃത്വവും മാതൃത്വവും എവിടാ കിടക്കുന്നത്? അവർ വിളിച്ചു പറയും, ഞങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. ഞങ്ങളെ ഏകരായി വിളിച്ച് ദൈവം വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ ആമേൻ, ഏതാണ്ട് വിശ്വസംസ്കാരത്തിന്റെ ഈറ്റില്ലവും തറവാടുമാകുന്ന മെസപ്പൊത്തോമിയയിൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അതിനെ സേവ ചെയ്ത് അതിനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം അബ്രാം എന്നൊരു കൊച്ചു മനുഷ്യനെ വിളിച്ചു. തേജോമയനായ ദൈവം ആമേൻ തന്റെ തേജസിന്റെ പ്രഭയിൽ അബ്രഹാമിനെ തേടിച്ചെന്ന് അവന് പ്രത്യക്ഷനായപ്പോൾ ആമേൻ, ഇന്നലകളിൽ അവൻ വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ ഉപേക്ഷിച്ച് ഇന്നലകളിൽ അവൻ ആരാധിച്ച വിഗ്രഹത്തോട് വിട പറഞ്ഞ് ആമേൻ തന്റെ മുമ്പിൽ പ്രത്യക്ഷനായ തേജോരൂപിയുടെ ആമേൻ ശബ്ദത്തിന് ആമേൻ കാതുകൂർപ്പിച്ച് ചുവട് വെച്ചു. ആമേൻ. ആരൊക്കെയാ ചുവട് വെച്ചത്? അബ്രഹാം ഉണ്ടായിരുന്നു, ഭാര്യയായിരിക്കുന്ന സാറയുണ്ട്, ആമേൻ. പിന്നെ ആരുണ്ട്? ലോത്തുണ്ട്. പിന്നെ ഉണ്ടല്ലോ ആള് ഇറങ്ങി തിരിച്ചപ്പോ അപ്പനും കൂടെ ഉണ്ട്. അപ്പനാരാ? തേരക്. സ്തോത്രം. ഹല്ലേലൂയ. തേരക് എന്ന് പറഞ്ഞാൽ വളരെ നന്നായി വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ആളാ. സ്തോത്രം. ആമേൻ. എന്താ തേരകെ നീ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി തിരിച്ചെന്ന് തേരകിനോട് ചോദിച്ചാൽ തേരക് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ഇറങ്ങി തിരിച്ചത് ആമേൻ ഈ ആമേൻ മെസപ്പൊത്തോമിയ മുഴുവൻ, ഈ കൽദായരുടെ പട്ടണമായ ഊര് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞു. എല്ലാ വീട്ടിലും വിഗ്രഹമായി. ഇനി ആരും എൻ്റെ വിഗ്രഹത്തെ ഇവിടെ വാങ്ങാൻ ആളില്ല. ആമേ, അതുകൊണ്ട് എൻ്റെ മകൻ പോകുന്ന പുറകെ ഞാൻ പോകുക. അവിടെ ചെന്ന് അവൻ പാർക്കുന്നിടത്ത് ഇതേ ബിസിനസ് ചെയ്യാമെന്ന എൻ്റെ ആഗ്രഹം. ആമേൻ. ദുരാലോചനയോടെ ഉദ്ദേശശുദ്ധി ശരിയല്ലാതെ ചുവട് വെക്കുന്നവൻ ഹാരാൻ കടക്കാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. മനസ്സിലാകുന്നവരാമേൻ പറ. സ്തോത്രം. പ്രായമുള്ള ചിലരോട് ചോദിച്ചാൽ പറയും, എന്താ വിശ്വാസത്തിൽ പിള്ളേരല്ല ഇതിനകത്ത് വന്നു, അതുകൊണ്ട് ഞങ്ങളും വന്നു. ഇനി പിള്ളേരോട് ചോദിച്ചാൽ പറയും, ആമേ അപ്പച്ചനും അമ്മച്ചി ഇതിനകത്ത് വന്നു, അതുകൊണ്ട് ഞങ്ങളും ഇതിനകത്ത് വന്നു. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ആമേ ഇവരാരും വന്നതുകൊണ്ട് ഞാൻ വന്നതല്ല, തേജോമയനായ കർത്താവിനെ തേടി വന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വന്നതാ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, വിഗ്രഹത്തെ വാർത്തുണ്ടാക്കിയ ഒരു വലിയ വീട്ടിനകത്തുനിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് പുറത്തു കൊണ്ടുവന്ന് തന്റെ നിത്യപദ്ധതി ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രിയും ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുമ്പോൾ ഈ ചുറ്റുപാടും വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി അതിന് സേവ ചെയ്യുന്ന ചില കുടുംബത്തിൽ നിന്ന് ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ തന്നെ ദൈവം ചിലതിനെ ദൈവസഭയുടെ അംഗങ്ങളാക്കി ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വാവൂട്ടിയിരിക്കാതെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചിട്ട് പറ, ദൈവം ചിലതിനെ വേർതിരിച്ചിരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 12-ാം അധ്യായത്തിൽ വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോഴത്തേന് ദൈവം ഒരു ഉറപ്പ് കൊടുത്ത്, ഞാൻ നിനക്ക് സന്തതിയെ തരും. സ്തോത്രം. 12-ാം അധ്യായം ആമേൻ 15-ാം അധ്യായം ആയപ്പോഴത്തേക്ക് ദൈവമായിട്ട് രക്ത ഉടമ്പടിക്കകത്താരായി? അബ്രഹാമായി. സ്തോത്രം അല്ലേ? ആമേൻ. മൃഗങ്ങളെ പിളർന്നു രക്ത ഉടമ്പടിക്കകത്തായി. സ്തോത്രം. എന്നിട്ടും അബ്രഹാം കാത്തിരിക്കുക. ആമേൻ. വാഗ്ദത്തം നിവർത്തി വന്നില്ല. 17-ാം അധ്യായമായപ്പോൾ ഒടുവിലത്തെ വാക്യം വരുന്നത് ഇങ്ങനെയാ, അബ്രഹാമും തന്റെ വീട്ടിലുള്ള പുരുഷപ്രജയൊക്കെയും പരിച്ഛേദനയേറ്റു. എന്തേറ്റു? പരിച്ഛേദനയേറ്റു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവവുമായിട്ടൊരു പുതിയ ഉടമ്പടിക്കകത്ത് ആര് വന്നു? എത്രാമത്തെ വയസ്സിൽ? 99-ാമത്തെ വയസ്സിൽ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 99 വയസ്സുള്ള അബ്രഹാം. സ്തോത്രം. ദൈവവുമായിട്ടൊരു പുതിയ ഉടമ്പടി വന്നു.
മനസ്സിലാകുന്നുണ്ടോ? ഇറങ്ങി തിരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ആമേ ഇതുവരെയും ദൈവമായിട്ട് ശരിയായ ഉടമ്പടിക്കകത്ത് നീ എത്തിയിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാ. വർഷാവർഷം നവംബർ മാസത്തിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. ഇന്ന് രാത്രി ദൈവമായിട്ടൊരു പുതിയ ഉടമ്പടിക്കകത്ത് വാ. വരുന്നയാണ്ട് ഇതേ സമയത്തിന് മുമ്പേ നിന്റെ വാഗ്ദത്തം എന്റെ ദൈവം നിറവേറ്റുമെന്നും നിവർത്തിക്കുമെന്ന് ഈ രാത്രി ഉറക്കെ പ്രസ്താവിക്കാൻ വിശ്വസിക്കുന്നവരാമേൻ പറ. സ്തോത്രം. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? അപ്പൊ ഇറങ്ങി തിരിച്ചിട്ട് എത്ര കൊല്ലമായി? 24 വർഷം. 24ാമത്തെ വർഷമായി എന്തോ ഏറ്റത്? ഉറക്കെ പറ. പരിച്ഛേദനയേറ്റ് ദൈവമായിട്ടൊരു പുതിയ ഉടമ്പടി വന്നു. അമേൻ. എത്ര കൊല്ലം കഴിഞ്ഞപ്പം? അമേൻ. പുതിയ ഉടമ്പടി വന്നവനെ തേടി ആമേ 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 3 ദൂതന്മാർ വരിക. സ്തോത്രം. എത്ര പേർ? 3 പേർ. ആരെ തേടി? അബ്രഹാമിനെ തേടി. ഹല്ലേലൂയ. എപ്പോൾ? പരിച്ഛേദനയേറ്റ് അമേൻ പുതിയ ഉടമ്പടിക്കകത്തായതിനു ശേഷം. ഇന്ന് രാത്രികാലം പുതിയ ഉടമ്പടിക്കകത്ത് ഒന്നോടെ നിന്നെ പുനർപ്രതിഷ്ഠിച്ച് കയറാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെ നിവർത്തിപഥത്തിലെത്തിപ്പാൻ കരുത്തരായ ദൂതന്മാരെ നിന്റെ വാഗ്ദത്തം ഉറപ്പിക്കാൻ നിന്റെ ഭവനത്തിലേക്ക് അയക്കപ്പെടുന്ന അനുഗ്രഹീത രാത്രിയായി രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അങ്ങനെ അബ്രഹാമിന്റെ വീട് തേടി എത്ര ദൂതന്മാർ? 3 അല്ലേ? സ്തോത്രം. അവര് വന്ന ഉടനെ അബ്രഹാം നിലം വരെ എന്ത് ചെയ്തെന്ന? കുനിഞ്ഞു. ഹല്ലേലൂയ. നിലം വരെ കുനിഞ്ഞു. അവരെ നമസ്കരിച്ചു. അവരെ ഇരുത്തി. എന്ന് വെച്ചാൽ ആമേൻ. സ്തോത്രം. നിലം വരെ കുനിഞ്ഞില്ലേലും കാണുമ്പോൾ മര്യാദയ്ക്ക് ഒരു പ്രൈസലോടേലും എന്ത് ചെയ്യണം? കൊടുക്കുന്ന നല്ലതാ. സ്തോത്രം. മനസ്സിലായവർക്കായോ? നമ്മുടെ ചിലരൊക്കെ ഇങ്ങനെയാ കൊടുക്കുന്നത്. 2 പേരുള്ളൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ. സ്തോത്രം. ഒന്നും പാടില്ല. നല്ല ഈ ആദ്യ നൂറ്റാണ്ടിലൊക്കെ ഈ പ്രൈസലോടിൽ തന്നെ ഒരു ദൈവശക്തി വ്യാപരിച്ചു. ആമേൻ. ഞാനതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. സ്തോത്രം. മറിയ ആമെ ഗർഭവതിയായി. സ്തോത്രം. അപ്പനോട് പറയാൻ പറ്റത്തില്ല താൻ ഗർഭിണിയാണെന്ന്. പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അമ്മയോട് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. ആമെ മറിയ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേന് ദൂതം പറഞ്ഞൊരു പദമുണ്ട്. ഇതിന്റെ ചാർച്ചക്കാരത്തി എലിശബത്തിനിത് 6-ാം മാസം. സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ പുള്ളിക്കാരത്തിക്ക് മനസ്സിലായി പറയാൻ പറ്റിയ ഒരാളുണ്ട്. ആരാ? എലിസബത്ത്. എന്നാ ചെന്ന് അമ്മാമയോട് എന്ത് ചെയ്യാം? കാര്യം പറയാമെന്ന് പറഞ്ഞ് നേരെ എലിസബത്തിന്റെ വീട്ടിൽ ചെന്നു. സ്തോത്രം. യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ എന്തോ പറയും? വന്ദനം പറയും. സ്തോത്രം. എലിസബത്തിനെ കണ്ടതും മറിയ എന്തോ പറഞ്ഞു? വന്ദനം പറഞ്ഞു. നമ്മുടെ ഭാഷയെ പറഞ്ഞ പ്രൈസലോട് പറഞ്ഞു. ഈ പ്രൈസലോട് അല്ലെങ്കിൽ ഈ വന്ദനം ആമേൻ എലിസബത്തിന്റെ കാതിൽ ആമേൻ വീണപ്പോൾ ആമേ പിള്ള അവിടെ ഗർഭത്തിൽ. അടുത്ത വാക്കെന്നാന്നറിയാവോ? അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എന്ന് വെച്ചാൽ 2 ദൈവമക്കൾ തമ്മിൽ കൈ കൊടുക്കുമ്പോൾ ആത്മവ്യാപാരം ഉണ്ടാകും. ഇന്ന് 2 പേര് ശരിയായിട്ട് കൈ കൊടുത്ത അടി ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് എന്തുണ്ടായി? ആത്മ വ്യാപാരമുണ്ടായി. 2 പേര് തമ്മിൽ കൈ കൊടുത്തപ്പോൾ. അടുത്ത് കണ്ടോ? സ്തോത്രം. കൈ കൊടുത്തപ്പോൾ ആത്മവ്യാപാരം ഉണ്ടാകുക മാത്രമല്ല അവള് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും. ഇവള് ഗർഭിണിയാണെന്ന് ആർക്കറിയത്തില്ല? എലിശബത്തിന് അറിയത്തില്ല. കാരണം ഇവള് കന്യകയാണെന്നും പറഞ്ഞ് ആരിയ്ക്കുന്നത്? എലിശബത്ത് ഇരിക്കുന്നത്. പക്ഷേ ഒരു ആമെ പ്രൈസലോട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു വന്ദനം പറഞ്ഞതിന് ശേഷം ആത്മവ്യാപാരം ഉണ്ടായപ്പോൾ അവിടെ ആകങ്ങണ്ണ് തുറന്നിട്ട് അവള് വിളിച്ചു പറയുക, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി പറയാൻ വന്ന കാര്യം പുള്ളിക്കാരത്തിയോട് ഇങ്ങോട്ട് എന്ത് ചെയ്തു? അതാ ദൂത്. എന്താ ദൂത്? അതാ ദൂത്. ആമേൻ. ഇന്ന് രാത്രികാലം നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ വിഷയങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൈസലോടിലൂടെയൊക്കെ എന്ത് ചെയ്യണം? അതാ യഥാർത്ഥ ഉണർവ്. സ്തോത്രം. ഹല്ലേലൂയ. അതാ യഥാർത്ഥ വെളിപ്പാടും കാഴ്ചപ്പാടും ഉണർവും ഒക്കെ. അതാ ആദ്യകാലം അതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നേ. സ്തോത്രം. ആദ്യകാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ആമേ അനുഭവമുള്ള പിതാക്കന്മാർ ഇവിടെ ഉണ്ട്. ഒരാൾ വിഷമിച്ചു വന്ന, സഹോദരി നീ ഇന്ന വിഷയത്തിൽ, അല്ലെ സഹോദര നീ ഇന്ന വിഷയത്തിലാ വിഷമിച്ചു വന്നേക്കുന്നത്, സാരമില്ല, യഹോവ അത് വെളിപ്പെടുത്തി ഇന്നതിന് പരിഹാരമാ. ഇന്ന് പിന്നെ നമ്മൾ മുഖലക്ഷണം പറയും. സ്തോത്രം. എന്താ സഹോദരി മുഖമൊക്കെ വാടി?
ഇരിക്കുന്നത്. സ്തോത്രം. ഒരു വാട്ടവും ഇല്ലായിരിക്കും, പക്ഷെ പുള്ളിക്കാരത്ത് യോഗം കഴിയുമ്പോൾ വാടിയേ പോകത്തുള്ളൂ. കാരണം ചോദ്യം ഇതല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് വെളിപ്പെടാതൊന്നും കയറി ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. പോട്ടെ, ആ ഭാഗം ഞാൻ വിടുന്നു. സ്തോത്രം. അപ്പം 3 ദൂതന്മാർ വന്നു, അവരെ നിലം വരെ കുനിഞ്ഞു, നമസ്കരിച്ചു, അവരെ ഇരുത്തി. എവിടെ ഇരുത്തി? വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുത്തി. നേരെ അബ്രഹാം അകത്തുപോയി. ഇടങ്ങഴി വീതം മാവെടുത്ത്, എത്ര ഇടങ്ങഴി? 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പമൊക്കെ ഉണ്ടാക്കി എല്ലാം ക്രമീകരിച്ച് മാംസമൊക്കെ പാകം ചെയ്ത് ദൂതന്മാർക്ക് കൊണ്ട് കൊടുക്കുക. 9-ാമത്തെ വാക്യം വേഗം വായിര്. അവരവനോട്, എത്ര പേരാ? 3 ദൂതന്മാർ ചോദിക്കുക, നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചതിന് ആമേൻ അവൻ കൊടുത്ത മറുപടിയാ, എവിടുണ്ട്? കൂടാരത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മാതൃകയാകട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം. ചിലതൊന്നും ഇപ്പം വീട്ടിലില്ല, അതുകൊണ്ടായി പറഞ്ഞേ. സ്തോത്രം. ആമേ പറയുമ്പോഴല്ലേ അങ്ങ് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചോണം പ്രിയമുള്ളവരെ, എവിടുണ്ട്? കൂടാരത്തിലുണ്ട്. ആമേൻ. അടുത്ത പദം, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. അങ്ങനാണോ പറയേണ്ടത്? ഞാൻ ആരോടായി പറയുന്നേ? സ്തോത്രം. അങ്ങനാണോ പറയേണ്ടത്? സ്തോത്രം. ഞങ്ങൾ വരുമെന്നല്ലേ പറയേണ്ടത്? എത്ര പേരാ? പക്ഷെ പറഞ്ഞതോ ഞാൻ വരുമെന്ന് പറഞ്ഞ ഒരാളല്ലേ. 9-ാം വാക്യത്തിൽ അവർ 3 പേരുണ്ട്. അവര് പറഞ്ഞൊരു പദമാ, വരുന്നാണ്ട് ഞാൻ വരും. ഞാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വ്യക്തി. ഇത് കേട്ടപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരു ആനന്ദം വന്നു. എന്താ അബ്രഹാമേ ഈ ആനന്ദം വരാൻ? എന്താ നിന്റെ കണ്ണൊന്ന് വിടരാൻ കാരണം? അബ്രഹാം പറയും, അമ്മേ എന്റെ മുഖമൊന്ന് തുടുത്തില്ലേ, എന്റെ കണ്ണൊന്ന് വിടർന്നില്ലേ? അതിന്റെ കാരണം 12-ാം അധ്യായത്തിൽ എന്നെ വിളിച്ചിറക്കിയവൻ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ പദമിതാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്ക് എന്ന് വെച്ചാൽ എന്നെ വിളിച്ചിറക്കിയ എന്റെ ദൈവത്തിന്റെ പേരാ ഞാൻ. എത്ര പേര് ആമേൻ പറയാ? വരുന്നാണ്ട് ദൂതന്മാരല്ല വരുന്നത്, വരുന്നാണ്ട് വാഗ്ദത്തം ചെയ്തവൻ തന്നെ എന്റെ വീട്ടിൽ വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. വരുന്നാണ്ട് ദൂതന്മാരല്ല വരുന്നത്, വരുന്നാണ്ട് വാഗ്ദത്തം ചെയ്തവർ എന്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുക. വിശ്വാസമുള്ളവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചവർ, വരുന്നാണ്ട് വാഗ്ദത്തം ചെയ്തവൻ എന്റെ വീട്ടിൽ വരും. വരുന്നാണ്ട് കേവലം ദൂതന്മാരല്ല വരുന്നത്, പിന്നെ ആര് വരും? ആര് വരും? ഞാൻ വരും. ഞാൻ എന്ന പദത്തിന് യോഗ്യനാരാ? ആമേൻ. അതുകൊണ്ടാ മോശയോട് ചോദിച്ചേ. ആമേൻ. മോശ ചോദിച്ചു, നീ എന്നെ വിട്ടതിന് അവര് തെളിവെന്ത് ചെയ്യും? ചോദിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അന്നേരം ഞാൻ എന്തോ പറയണം? മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. ഇനി സുവിശേഷത്തിലേക്ക് വന്നാൽ നമ്മുടെ കർത്താവ് അവകാശപ്പെട്ട അതൊക്കെ തന്നെയാ. എന്തുവാ? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ, ഞാൻ തന്നെ വഴിയും, ആമേൻ, ഞാൻ തന്നെ പുനരുത്ഥാനവും. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കർത്താവിന്റെ പേരായത്. ഉറക്കെ പറ. നമ്മുടെ ചിലരൊക്കെ ഒരു 500 കിലോ വെയിറ്റിലായി ഞാൻ എന്നൊക്കെ പറയുന്നത്. 50 ഗ്രാം വെയിറ്റിൽ പോലും പറയരുതേ. സ്തോത്രം. ഞാൻ എന്നൊരു 3-4 പ്രാവശ്യം ഒരാൾ പറഞ്ഞ്, പിന്നെ പറയാൻ ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് താഴെ വീണു, പേര് ലൂസിഫർ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എവിടെ കയറും? എൻ്റെ സിംഹാസനം എവിടെ വെക്കും? അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ. ആമേൻ. അങ്ങനെ ഞാൻ എന്നൊരു 3-4 പ്രാവശ്യം പറഞ്ഞു. അടുത്ത ഞാൻ പറയുന്നതിന് മുമ്പ് പുള്ളി എവിടെ വീണു? ആമേ. ഓർത്തോണം, ഞാൻ എന്ന ഭാവം പൊങ്ങുമ്പോൾ ആമേ വീഴ്ച ആരംഭിച്ചെന്ന്, പതനം ആരംഭിച്ചു. ഞാൻ എന്ന പദത്തിന് യോഗ്യൻ നാം ആരാധിക്കുന്ന ദൈവം. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? പോട്ടെ. ആമേൻ. സ്തോത്രം. 99 വയസ്സുള്ള ആമേൻ ഈ പ്രായമുള്ള പിതാവ് ഈ വാഗ്ദത്തം കേട്ടു. എന്തോ കേട്ടു? ഞാൻ നിനക്ക് വരുന്ന ആണ്ട് ഈ സമയം സന്തതിയെ തരും. സ്തോത്രം. അപ്പോ സാറായുടെ പ്രായം എത്ര? സാറായുടെ പ്രായം എത്ര? 89 അല്ലേ? 90-ാമത്തെ വയസ്സിലല്ലേ തലമുറ ഉണ്ടാകുന്നത്. അപ്പൊ എത്ര വയസ്സ്? 89 വയസ്സുള്ള സാറായ നിങ്ങളൊന്ന് കണ്ടോ? സ്തോത്രം. 99 വയസ്സുള്ള അബ്രഹാം. സ്തോത്രം. ഇവര് രണ്ടുപേരും ഇപ്പൊ എന്തോ കേട്ടിട്ടിരിക്കുക. ഉറക്കെ പറ. സ്തോത്രം. നമ്മൾ 6-ാം ദിനം ചില വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്തു?
കേട്ടു. 5-ാം ദിനവും ചില വാഗ്ദത്തങ്ങൾ കേട്ടു. ഗ്ലോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ആമേൻ. ഇവരും വാഗ്ദത്തം കേട്ടിങ്ങനെ ഇരിക്കുക. 19-ാം അധ്യായം നമുക്ക് വിടാം. 20-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വാഗ്ദത്തം കേട്ട അബ്രഹാം, 99 വയസ്സുള്ള പിതാവ്, ആമേൻ സ്തോത്രം, 89 വയസ്സുള്ള മാതാവിനെ വിളിച്ചുകൊണ്ട് നേരെ എങ്ങോട്ട് പോവുക? തെക്കേ ദേശത്തൂടെ പോയി. സ്തോത്രം. അതായത് അബീമലേക്കിന്റെ നാട്ടിൽ കൂടെ എന്ത് ചെയ്തു? പോയി. അടുത്ത പദം ഇങ്ങനെയാ വായിക്കുന്നത്, അബീമലേക്ക് അവളെ കണ്ട് പിടിച്ചോണ്ട് പോയി. എങ്ങോട്ട് കൊണ്ടുപോയി? എങ്ങോട്ട് കൊണ്ടുപോയി? കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ആമേ സ്തോത്രം, വാഗ്ദത്തം കേട്ടിട്ടാ ഇവർ പോകുന്നത്. അബീമലേക്ക് ഈ 89 വയസ്സുള്ള മാതാവിനെ, അല്ലെങ്കിൽ 89 വയസ്സുള്ള ഈ പ്രായം ചെന്ന ഈ സഹോദരിയെ നീ എന്തിനു പിടിച്ചോണ്ട് പോകുന്നു? ആമേൻ സ്തോത്രം. നിന്റെ പ്രായം അതിലൊക്കെ ഒത്തിരി കുറവല്ലേ? നീ എന്തുകൊണ്ട് ഈ സഹോദരിയെ പിടിച്ചോണ്ട് പോകുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചേ, വരുന്നാണ്ട് ഈ സമയത്ത് അമ്മേൻ സ്തോത്ര, എന്റെ അത്ഭുത പ്രവൃത്തി നിന്റെ ഭവനത്തിൽ വെളിപ്പെടുമെന്ന് ദൂതൻ പറയുമ്പം കടിഞ്ഞൂൽ പ്രസവത്തിന് ഒരുങ്ങുന്ന ഒരു കന്യകയുടെ ബോഡി ഫിറ്റ്നസിലേക്ക് ദൈവമോളെ എത്തിച്ചു. മനസ്സിലായവരാമേൻ പറ. ഇന്ന് രാത്രി ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരഘടനയ്ക്ക് വരെ മാറ്റം വരുത്തുവാൻ ദൈവശക്തിക്ക് പ്രാപ്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാം? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇനി അതിനകത്ത് 2 തന്ത്രങ്ങൾ കൂടെ ഉണ്ട്. സ്തോത്രം. വാഗ്ദത്ത സന്തതി എന്ത് ചെയ്യാൻ പോവാ? ജനിക്കാൻ പോവാ. ഈ വാഗ്ദത്ത സന്തതി അബീമലേക്കിന്റെ കൊട്ടാരത്തിലാ ജനിക്കുന്നെങ്കിൽ നാട്ടുകാർ വിളിച്ചു പറയും അബീമലേക്യ സന്തതി. വല്ലോ മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പിശാചിന്റെ പദ്ധതി നോക്കി, വാഗ്ദത്തമുള്ളവന്റെ വീട്ടിൽ ജനിക്കേണ്ടതിന് കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ട് ദത്തം നൽകിയത് ദൈവമാണെങ്കിൽ വാഗ്ദത്തം നിവർത്തിയിൽ അബീമലേക്കിനെ പങ്കാളിയാക്കാതെ നിന്നിൽ വാഗ്ദത്തം നിവർത്തിക്കുന്ന കരുത്തുള്ള ദൈവത്തെയാ ഈ രാത്രി ഞാനും നീയും സേവിക്കുന്നതെന്ന് അകത്തുറപ്പുള്ള ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പറ. മനസ്സിലായോ? സ്തോത്രം. സാറ ഈ കുഞ്ഞിന് ജന്മം നൽകുന്നത് അബീമലേക്കിന്റെ കൊട്ടാരത്തിൽ വെച്ചാണ്. നാട്ടുകാരെന്തോ പറയും? പറ. അബീമലേക്കിയ സന്തതി എന്ന് പേരാകും. സ്തോത്രം. വാഗ്ദത്തം നൽകിയവൻ മറ്റൊരാളെ പങ്കാളിയാക്കാതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഈ രാത്രി ഒരു ദൂത് ഞാൻ പറയാ. ആമേൻ. നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിച്ച് ഒരു കാര്യത്തിലേക്ക് ചുവട് വെക്കണ്ട. ഈ രാത്രി വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനെന്ന് കടന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കർത്താവിന് മഹത്വം കൊടുത്തിട്ട് പറ. ഈ ജനത സാധാരണ ജനതയല്ല. ഇവരുടെ മേൽ ഒരു ദിവ്യത്വവും ദൈവശക്തിയുമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചിട്ട് പറ. എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്റെ വീട്ടിൽ നിറവേറ്. അത് മറ്റൊരിടത്ത് നിറവേറുകയല്ല, അതെന്റെ വീട്ടിൽ നിറവേറ്. അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാമിന്റെ കൂടാരത്തിൽ നിറവേറ്. അബ്രഹാമിനോട് പറഞ്ഞത് അബ്രഹാമിന്റെ വീട്ടിൽ നിറവേറ്. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞത് അബീമലേക്കിന്റെ കൊട്ടാരത്തിലല്ല, പിന്നെ എവിടെ നിറവേറും? ഉറക്കപ്പറ. അബ്രഹാമിന്റെ കൂടാരത്തിൽ നിറവേറും. സ്തോത്രം. അപ്പൊ ഈ ജനത ആമെ കടന്നു വന്നതേ പോരാട്ടത്തിലൂടെയാ. അതുകൊണ്ടാണ് 129-ാം സങ്കീർത്തനം വായിക്കുന്നത് ഇങ്ങനെ: ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു, എങ്കിലും അവരെന്നെ എന്ത് ചെയ്തില്ല? ഉറക്കപ്പറ. ഈ രാത്രിയും ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ നല്ല ശബ്ദത്തിൽ പറയാൻ കഴിയട്ടെ. പലപ്പോഴും ശത്രു എന്നെ ഉപദ്രവിച്ചതാ, എന്നാൽ ജയിക്കാൻ എന്റെ ദൈവം അനുവദിപ്പിച്ചില്ല. എന്റെ ദൈവം ശത്രുവിനെ ജയിക്കാൻ അനുവദിപ്പിച്ചില്ല. ജയം എനിക്ക് തന്നതാണ്. ദൈവത്തിന്റെ ജയം എന്റെ മേൽ വ്യാപരിച്ചതാണ്. ഈ രാത്രി ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണമെന്ന് ഉറപ്പു പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. അപ്പൊ അവര് പറയേണ്ടത് ബാല്യം മുതൽ പലപ്പോഴും എന്നെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു, എങ്കിലും എന്ത് ചെയ്തില്ല. അപ്പൊ ജനന സമയത്ത് തന്ത്രം കൊണ്ടുവന്നു. ഈ ജാതി
ആമേ ശ്രേഷ്ഠ ജാതിയ. സ്തോത്രം. ഓടിച്ചു കൊണ്ടുവരാം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദൈവം പറഞ്ഞതുപോലെ തന്നെ ഇസഹാക്കിനെ കൊടുത്തു. സന്തതി ഏകദേശം ആമേ വളർന്ന് തന്നെ ദഹിപ്പിക്കാനുള്ള വിറക് ചുമക്കാൻ പ്രായമായപ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിൻ്റെ മകനെ എവിടെ കൊണ്ടുപോകണം? മോറിയ ദേശത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന പർവ്വതത്തിൽ എന്തോ കഴിക്കണം? യാഗം കഴിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാമും മോനും കൂടെ 22-ാം അധ്യായത്തിൽ ആമേൻ, അബ്രഹാം ആദികാലത്തെ എഴുന്നേറ്റെന്ന അല്ലേ, കഴുതയ്ക്ക് കോപ്പിട്ടു അല്ലേ, സ്തോത്രം. വിറകെടുത്ത് ആർക്ക് കൊടുത്തു? അമേൻ. സ്തോത്രം. അമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ബാല്യക്കാരുമായിട്ട് കടന്നു പോവുക, ബാല്യക്കാരുമായിട്ട് കടന്നു പോവുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, ഈ ബാല്യക്കാരും അപ്പനുമായി നിൽക്കുമ്പോൾ, ബാല്യക്കാരും അമ്മ മോനുമായി നിൽക്കുമ്പോൾ അപ്പനും മോനും തമ്മിൽ അടുക്കാൻ കഴിയത്തില്ല. ആമേൻ. 5-ാമത്തെ വാക്യം വരെ നിങ്ങൾ നോക്കിയേ, ഏതാണ്ട് 3 ദിവസത്തെ വഴിദൂരമാ അല്ലേ. ഈ 3 ദിവസം അപ്പനും മോനും തമ്മിൽ എന്ത് ചെയ്തില്ല? ഒരു കമ്മ്യൂണിക്കേഷനും നടത്തിയില്ല. നടത്തിയോ? ആണ്ടെ മിണ്ടുന്നില്ല. നടത്തിയോ? ഇല്ല. സ്തോത്രം. കാരണം അപ്പൻ്റെ കൂടെ ഒരു ബാല്യക്കാരൻ, മോൻ്റെ കൂടെ ഒരു ബാല്യക്കാരൻ. അപ്പൊ അപ്പനും മോനും അല്ല സംസാരിക്കുന്ന, പിന്നെ ആരൊക്കെയാ? ഇടയ്ക്ക് നിൽക്കുന്ന ബാല്യക്കാരാ സംസാരിക്കുന്നത്. ഇന്ന് രാത്രികാലം അമ്മേൻ, ഇടയ്ക്ക് നിൽക്കുന്ന ബാല്യക്കാരനെ വിട്. നമ്മുടെ പിതാക്കന്മാർ ഡയറക്റ്റ് സംസാരിച്ചതുപോലെ ഇന്ന് രാത്രികാലം ഡയറക്റ്റ് സംസാരിപ്പാൻ, ഡയറക്റ്റ് ദൈവശബ്ദം കേൾക്കാൻ എത്ര പേർ കൊതിക്കുന്നു? അവരിന്ന് രാത്രി സ്തോത്രം പറയട്ടെ. നമ്മുടെയൊക്കെ ആലോചന കേൾപ്പ് മുഴുവൻ ബാല്യക്കാരോടാ. ഡയറക്റ്റ് ഒരു ദൂത് പ്രാപിച്ചിട്ട് കാലം കുറെ ആയി. ശരിയല്ലേ? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, 3-ാമത്തെ ദിവസം ഇരുവരെ എങ്ങനെ നടന്നെന്നാ? ഒന്നിച്ച് നടന്നു. അങ്ങനെ തന്നെയാ വാക്യം അല്ലേ. 3-ാം ദിവസം അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അതിൻ്റെ അർത്ഥം 3 ദിവസം എങ്ങനെയല്ല നടന്നേ? ഒന്നിച്ച് അല്ല നടന്നേ. 3-ാം ദിവസം ഒന്നിച്ച് നടന്നപ്പോൾ ആമേ മോനൊരു ചോദ്യം ചോദിക്കുക, അപ്പാ തീയുണ്ട്, വിറകുണ്ട്. അടുത്തത് ഹോമയാഗത്തിനല്ല, യാഗത്തിനുള്ള അമ്മേൻ ആട്ടിൻ കുട്ടി എവിടെ? സ്തോത്രം. വാക്യം എങ്ങനെയാ? ഒന്ന് വായിച്ചേ. ആ അപ്പ എന്ന് പറഞ്ഞു. എന്താകുന്നു മകനെ? എത്രാമത്തെ ദിവസമാ? എത്രാമത്തെ ദിവസമാ? 3-ാമത്തെ ദിവസം. എന്നാ ഇതുവരെ അപ്പനോട് നേരത്തെ ചോദിക്കാഞ്ഞേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മൃഗമില്ലാത്തത് കൊണ്ട് ചോദിക്കായിരുന്നു. ചോദിക്കത്തില്ലേ? അപ്പ തീയുണ്ട്, വിറകുണ്ട്, യാഗമൃഗം. എന്നാ ചോദിക്കാത്തേ? ബാല്യക്കാരാ. സ്തോത്രം. അപ്പൻ്റെ കൂടെ ഒരു ബാല്യക്കാരൻ, മോൻ്റെ കൂടെ ഒരു ബാല്യക്കാരൻ നിൽക്കുക. സ്തോത്രം. അപ്പനെ മോനെ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? ഒറ്റ നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, പിതാവായ ദൈവവുമായിട്ട് സംസാരിച്ചിട്ട് നാളെത്രയായെന്നാ ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. നിനക്കൊരു വിഷയം വരുമ്പോൾ അറിയാവുന്ന എല്ലാവരുടെയും നമ്പറിൽ വിളിക്കാതെ ഇന്ന് രാത്രികാലം നീ തന്നെ ആ വിഷയത്തിലൊന്ന് മുട്ടുമടക്ക്. കഴിഞ്ഞ നാളിൽ സംസാരിച്ചിട്ടില്ല ദൈവം. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്കറിയാം, ഇവിടെ ഇരിക്കുന്ന മാതാക്കൾക്കറിയാം, അന്ന് ഈ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചു. ദൈവം ഞങ്ങളോട് സംസാരിച്ചു. ഇന്ന് പിന്നെ നമുക്ക് ഒത്തിരി നമ്പരൊക്കെ കയ്യിലുള്ളത് കൊണ്ട് അറിയാവുന്ന നമ്പറിലൊക്കെ എന്ത് ചെയ്യും? വിളിക്കും. ഒരു 5 പേരെ വിളിക്കും. 3 പേര് പറയുന്ന ഒത്താൽ നമ്മൾ അതേൽ എന്ത് ചെയ്യും? ആമേ, അതാ ദൈവഗതം എന്ന് പറഞ്ഞ് ചൂട് വെക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യല? പ്രാർത്ഥിക്കുകയല്ല. പ്രാർത്ഥിക്കുവോ? സ്തോത്രം. നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യല? അതാ ഞാൻ പറഞ്ഞത്, ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ടൊന്ന് സംസാരിക്കണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആമേ, രാത്രി ഒത്തിരി ബഹളം വെച്ചില്ലേലും ദൈവമായിട്ട് സംസാരിക്കുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ഒത്തിരി ആരാധിച്ചില്ലേലും ആമേ കരഞ്ഞു പറ, അപ്പാ കഴിഞ്ഞ നാളിൽ രാത്രിയുടെ യാമങ്ങളിൽ ദർശനത്തിൽ, സ്വപ്നത്തിൽ, വചനത്തിൽ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ കൊതിക്കിയാപ്പാ നിന്റെ മൃദുസ്വരം എന്നെ ഒന്ന് കേൾപ്പിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിപ്പാൻ എത്ര പേർ തയ്യാർ? അയ്യോ, നിന്നോട് സംസാരിച്ചിരിക്കും. ഓട്ടെ, ചോദ്യം ഇതാ, അപ്പാ തീയുണ്ട്, വിറകുമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? ആട്ടിൻ കുട്ടി. അപ്പൊ അതൊന്നും മറന്നു പോകരുത്. ഇനി 1-2 കാര്യം ഞാൻ പറയാനുണ്ട്, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആട്ടിൻ കുട്ടി എവിടെയെന്ന് ചോദിച്ചു. ഉടനെ അപ്പം പറഞ്ഞു, ഹോമയാഗത്തിന് മകനെ ദൈവം
കരുതിക്കൊള്ളൂ എന്നൊന്നുമല്ല പറഞ്ഞത്. എങ്ങനെയാ പറഞ്ഞത്? ഒരാട്ടിൻ എന്തിനെ കരുതും? എല്ലാവരും പറഞ്ഞ ആട്ടിൻകുട്ടി. സ്തോത്രം, ഹല്ലേലൂയ. ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. ആമേൻ. അപ്പ ചോദ്യം, ഇസഹാക്കേ എത്ര ദിവസമായി നീ അതരത്തിൽ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട്? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ടേ ചോദ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പ ഉത്തരം എത്ര നാളായി നീ വെച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൻ്റെ ഉത്തരവായിട്ട് നടക്കുക. അവൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. പിടികിട്ടിയവർ ആമേൻ പറ. ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ ദിവസം 1ാമത്തെ ദിവസം നിന്റെ ഉത്തരം വെളിപ്പെട്ടതാ. നീ ചോദിക്കാത്തോണ്ടാ കിട്ടാത്ത. ഇന്ന് രാത്രി ചോദിക്കാൻ തയ്യാറാക. അവൻ നിന്റെ ഉത്തരം ഇന്ന് രാത്രി കാലം നൽകി തരുമെന്ന് ഈ രാത്രി മറക്കരുത്. ആമേൻ, സ്തോത്രം. അങ്ങനെ അബ്രഹാമും മോനും കൂടെ ഒരുമിച്ച് നടക്കുക. എങ്ങോട്ടാ? മോറിയ കുന്നിന്റെ നെറുകയിലേക്ക്. സ്തോത്രം. ഈ നെറുകയിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പ്രാസംഗികരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ഉള്ളിൽ പിശാച് തോന്നിച്ചെന്നാ പറയുന്നത്. നീ ആരെ കൊണ്ടാ യാഗം കഴിക്കാൻ പോകുന്നത്? 25 വർഷം കാത്തിരുന്ന് ലഭിച്ച മകനല്ലേ? സ്തോത്രം, ആമേൻ. എന്നുള്ള നിരവധി അനവധി ഹൃദയത്തെ തകർക്കുമാറുള്ള ഒത്തിരി ചോദ്യങ്ങൾ ഇവിടെ വന്നു, ഹൃദയത്തിനകത്ത് വന്നു. അബ്രഹാം കൊടുത്തൊരു മറുപടി ഞാൻ പറയാം. ഹല്ലേലൂയ. 15ാം അധ്യായത്തിൽ അബ്രഹാമും ദൈവവും തമ്മിൽ എന്തിൽ വന്നു? ഏതൊടമ്പടി? രക്ത ഉടമ്പടി. രക്ത ഉടമ്പടിയുടെ പ്രത്യേകത, അമ്മേ സ്തോത്രം, 2 പേർ തമ്മിൽ രക്ത ഉടമ്പടിക്കകത്തായാൽ അവർക്ക് തമ്മിൽ എന്തെല്ലാം ഉണ്ടോ അത് 2 പേർക്കും അമ്മേ ഒരുപോലെ തത്തുല്യമായിട്ടുള്ളതാ. പിടികിട്ടിയോ? സ്തോത്രം. ഭൂമിയിലെ ഒരു കൊച്ചു മനുഷ്യനും അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും എന്തിലൊന്നായി? അതാ കാൽവറി. ഒരാമേൻ പറ. സ്തോത്രം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ എന്തെല്ലാം ഉണ്ടോ അതാർക്കുള്ളതാ? അബ്രഹാമിനുള്ളതാ. ഇനി അബ്രഹാമിന് എന്തെല്ലാം ഉണ്ടോ അതാർക്കുള്ളതാ? ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകുള്ളൂ. ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. സ്തോത്രം. അബ്രഹാം പറഞ്ഞു എനിക്കെന്തെല്ലാം ഉണ്ടോ അതാർക്കുള്ളതാ? അമ്മേൻ, സ്തോത്രം. ഈ മകൻ എന്റേതാണെങ്കിലും ഇതാരുടെയും കൂടെയാ? അമ്മ, അവൻ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ഉടമ്പടിക്കകത്താ. ഉടനെ അബ്രഹാമിനോട് ഒരു ചോദ്യം, അല്ലയോ അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ നീ കൊടുത്താൽ നിനക്കെന്താ ഗുണമുള്ളത്? ആമേൻ. അബ്രഹാം പറയും, എന്റെ ഏകജാതനെ ഞാൻ കൊടുക്കുമ്പോൾ എന്റെ ദൈവത്തിനും ഒരു ഏകജാതനുണ്ട്. എത്ര പേരാമേൻ പറയോ? എന്റെ ഏകജാതനെ ഞാൻ അവന് കൊടുക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ അവൻ ഭൂമിക്ക് നൽകുക. വിശ്വസിക്കുന്നവർ എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കും? കാൽവറിയുടെ ഒരു നല്ല വെളിപ്പാട് നടന്ന അവിടെ. ഇനി അടുത്ത പറയുന്ന കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. യാഗം കഴിപ്പാൻ ആമേൻ മോനെ കൊണ്ടുപോവുക. സ്തോത്രം. യാഗപീഠത്തിൽ കിടത്തിയപ്പോൾ അബ്രഹാമേ ബാലന്റെ മേൽ എന്തു വെക്കരുതെന്ന് പറഞ്ഞു? കൈ വെക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എന്ന് വെച്ചാൽ ഇവനല്ല അറക്കപ്പെടേണ്ടത്. അമ്മ, നിന്റെ പുത്രന്റെ കെട്ടഴിക്ക് എന്റെ പുത്രനാ തകർക്കപ്പെടേണ്ടത്. മനസ്സിലായവർ ഇന്ന് രാത്രി സ്തോത്രം പറ. നിന്റെ പുത്രനല്ല തകർക്കപ്പെടേണ്ടത്, എന്റെ പുത്രനാ തകർക്കപ്പെടേണ്ടത്. മനസ്സിലായവർ ചേർന്നാമേൻ പറ. ഇനി അടുത്ത ഭാഗത്തേക്ക് മടങ്ങി വരുന്നു. ശ്രദ്ധിച്ച്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോ എന്തോ കണ്ടെന്ന്. ആന്റി നല്ല ഉറക്ക വായിക്കണം വാക്യം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോ പിമ്പുറത്ത് ആട്ടിൻ. നമ്മൾ കാണാൻ വന്നത് എന്തിനെയാ കാണാൻ വന്നേ? പറഞ്ഞോണ്ട് വന്നത് എന്തുവാ? മോനെ മേളിൽ ചെല്ലുമ്പോ ഒരു ആട്ടിൻകുട്ടിയെ കാണാമെന്ന് പറഞ്ഞോണ്ടാ വന്നേ. വന്നപ്പോഴോ ആട്ട് ഉറക്കപ്പറ. ഇനിയിപ്പോ ഏതായാലും കുട്ടിയും കൊറ്റനും തമ്മിൽ വ്യത്യാസമില്ലേ? പ്രായമുള്ളവർ പറ. ഉണ്ടോ? ഉണ്ടെന്നേ. കാണാൻ വന്നത് കുട്ടിയെയും കിട്ടിയത് നമ്മളായിരുന്നേ ഗ്ലോറി പറഞ്ഞിട്ട് പോയേനെ. നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി. പിടികിട്ടിയോ? സ്തോത്രം, ആമേൻ. എന്നാൽ അബ്രഹാം അടുത്ത വാക്യത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്, ഒരു പ്രഖ്യാപനം നടത്തുന്നു. അതാ എന്നെ സന്തോഷിപ്പിച്ച. വായിച്ചേ. കഴിച്ചു. അടുത്ത വാക്ക്. അബ്രഹാം ആ സ്ഥലത്തിന്, വാക്കിന്റെ അർത്ഥം
വാക്കിന്റെ അർത്ഥം യഹോവ ഈരെ, വാക്കിന്റെ അർത്ഥം യഹോവ കരുതിക്കൊള്ളും. സ്തോത്രം. ആമേൻ. നമ്മള് എപ്പോഴാ യഹോവ കരുതുമെന്ന് പറയുന്നത്? നമ്മൾ എപ്പോഴാ യഹോവ കരുതുമെന്ന് പറയുന്നേ? അവിടെ ഇവിടെ ആരുമില്ല, എല്ലാവരും എടുക്കപ്പെട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. എന്തുവാ എപ്പോഴാ പറയുന്നേ? പിന്നെ 30-ാം തീയതി ആകുമ്പോൾ ലോൺ അടയ്ക്കാനും CC അടയ്ക്കാനും ഇല്ലാതാകുമ്പോഴത്തേന് യഹോവ കരുതിക്കൊള്ളും. ഇങ്ങനെയൊക്കെ വെച്ചാ യഹോവ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാ യഹോവ കരുതിക്കൊള്ളുമെന്ന് പറയുന്നേ. സ്തോത്രം. അബ്രഹാം പറഞ്ഞ പദം കണ്ടോ? മോനേടാ, നമ്മൾ കാണാൻ വന്നത് ആട്ടിൻ കുട്ടിയെയാ, നമുക്ക് കിട്ടിയതോ ആട്ട് കൊറ്റനെ. വിഷമിക്കണ്ട, ഇപ്പൊ നിഴലായ ആട്ടുകൊറ്റനാ തകർക്കപ്പെട്ടത്. അടുത്ത വാക്ക് കണ്ടോ? യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനായെന്നാണോ? പ്രത്യക്ഷൻ ആകും എന്ന് വെച്ചാ മോനെ, നമ്മൾ കാണാൻ വന്ന ആട്ടിൻകുട്ടി ഇതുവരെ പ്രത്യക്ഷനായിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകും. എവിടെ പ്രത്യക്ഷനാകും? മാനവകുലത്തിന്റെ പാപത്തെ മുഴുവൻ ചുമന്നൊഴിപ്പാൻ കാൽവറിയുടെ മലമടക്കിൽ അവൻ പ്രത്യക്ഷനാകും. എത്ര പേർ വെളിപ്പാട് മനസ്സിലാക്കിയവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. വെളിപ്പാട് തിരിച്ചറിഞ്ഞവർ ഇന്ന് രാത്രി ആമേൻ പറയട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ജനതയെ പറ്റി ഞാൻ ഓടിച്ചു പറഞ്ഞു വരിക. ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് നമുക്ക് അതിനകത്തേക്ക് വരണം. സ്തോത്രം. അതുകൊണ്ട് ഓടി വരിക. ശ്രദ്ധിച്ചേ, കാണാൻ വന്നത് ആട്ടിൻ കുട്ടിയെ, ആമേ കിട്ടിയതോ ആട്ടുകൊറ്റനെ. വിഷമിക്കണ്ട, യഹോവ ഈരെ. യഹോവ ഈരെ. യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ മുഴു ലോകത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ കരുതിയിട്ടുണ്ട്. അവൻ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? പ്രത്യക്ഷനായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകും. എവിടെ? ആമേൻ. സ്തോത്രം. കാൽവറിയിൽ. ആമേൻ. അവൻ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. വിശ്വസിക്കുന്നു? ഒരിക്കൽ അവൻ പർവ്വതത്തിൽ പ്രത്യക്ഷനായി നമ്മുടെ പാവങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി മലമടക്കി തകർക്കപ്പെട്ടു. ഇനിയും അവൻ പ്രത്യക്ഷനാകും. എവിടാന്നറിയാവോ? ഒലിവ് മലയിൽ. അപ്പന്റെ ദീർഘവീക്ഷണം കണ്ടോ? അബ്രഹാമിന്റെ വെളിപ്പാട് കണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിന്റെ വെളിപ്പാട് കണ്ടോ? ഒന്നോ പാപമോചനത്തിന് അവൻ എന്ത് ചെയ്യും? പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. ഇനി ആമേ പാപം മോചിക്കപ്പെട്ടവരെ, അമ്മേൻ സ്തോത്രം, വീണ്ടെടുത്ത് ഹല്ലേലൂയ സ്തോത്രം, ആമേ മധ്യാകാശ വാഴ്ച കഴിഞ്ഞ് മടങ്ങി പിന്നെയും ഇവിടെ പ്രത്യക്ഷനാകും. ഒരു നല്ല ആമേൻ പറ. സ്തോത്രം. പോട്ടെ, ഞാൻ ആ ഭാഗമൊക്കെ വിടുന്നു. ഹല്ലേലൂയ. ഈ ജനം എങ്ങനെ മിസ്രൈമിൽ പോയെന്ന് ഓടിച്ച് പറയാം. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആ ഭാഗം എല്ലാം വിട്ട് ഓടിക്കേറി പോവുക. സന്തോഷമുണ്ടോ? ആമേൻ സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, ഇസഹാക്ക്, ആമേൻ സ്തോത്രം, അവൻ്റെ ഭാര്യയും മച്ചിയായിരുന്നെന്ന് നമ്മൾ രാവിലെയും കണ്ടല്ലോ. സ്തോത്രം. വായിക്കുവാനിടയായി. സ്തോത്രം. അവനും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം 2 തലമുറ എന്ത് ചെയ്തു? കൊടുത്തു. സ്തോത്രം. അപ്പോൾ ആമേൻ അബ്രഹാമിന് ഏതാണ്ട് 160 വയസ്സ്. സ്തോത്രം. ഇസഹാക്കിന് 60 വയസ്സ്. 40-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 60-ാമത്തെ വയസ്സിൽ 2 തലമുറ പറയുന്നേ കൊടുത്തു. സ്തോത്രം. അമ്മേൻ. ഈ 60-ാമത്തെ വയസ്സിൽ തലമുറയെ ആമേൻ ലഭിച്ച ആമേൻ ഈ അപ്പൻ, വല്യപ്പനാകുന്ന 160 വയസ്സുള്ള അബ്രഹാം, ഇവരെല്ലാം എവിടെ പാർക്കുന്നേ? ഒരു കൂടാരത്തില. സ്തോത്രം. ഹല്ലേലൂയ. ആമേ അബ്രഹാം താൻ കേട്ട വാഗ്ദത്തത്തെ കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്തു. എന്താണെന്നറിയാമോ? ഇസഹാക്കിന്ന് ജനിക്കുന്നവൻ എത്രേ? നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. എന്ന് വെച്ചാൽ ആമേൻ തലമുറയുടെ ആമേ കൊച്ചുമക്കളെ കാണാതെ ഈ ഉലകം വിട്ടു പോകുമെന്ന് ഭയപ്പാട് അപ്പന്റെ അകത്തുണ്ടായിരുന്നെങ്കിലും അപ്പനെ ആശ്വസിപ്പിക്കുവാൻ ദൈവം 2 എണ്ണത്തെ കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ കുഞ്ഞുങ്ങൾക്ക് ഏതാണ്ട് 15 വയസ്സാകുന്നോടം വരെ 175 വയസ്സ് വരെ ആര് ജീവിച്ചു? അബ്രഹാം ജീവിച്ചു. ഇന്ന് രാത്രി ഇതിനകത്തുള്ള പ്രായമുള്ളവരോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാ. ആമേ വിശ്വസ്തയോടെ അബ്രഹാമിനെ പോലെ നീ ദൈവത്തെ സേവിച്ചാൽ നിന്റെ തലമുറയുടെയും നിന്റെ കൊച്ചുമക്കളുടെയും നന്മ കാണും വരെ ദീർഘായുസ് നൽകി നിന്നെ ബലത്തോടെ നിർത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ.
എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കൊച്ചുമക്കളെ കാണും. എൻ്റെ ഭാഷ പറഞ്ഞ ഇവർക്ക് 15 വയസ്സായപ്പോഴാണ് എന്ത് ചെയ്തേ? ആര് മരിച്ചത്? അബ്രഹാം. നമ്മുടെ 15 വയസ്സാകുമ്പോഴത്തേന് നാടൻ ഭാഷയെ പറഞ്ഞാൽ ആ കൊല്ലത്തെ SLC പിള്ളേർ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പൻ എന്ത് ചെയ്തേ? അമ്മേൻ തലമുറയെ കാണത്തില്ലെന്ന് വാദിച്ചെടുത്താ 2 എണ്ണത്തെ കണ്ടത്. ഇനി ഈ തലമുറകളെ 2 പേരെയും വെളിയിലോട്ട് ഇറക്കി ആര് നിർത്തി? അബ്രഹാം ഇറക്കി നിർത്തി. അബ്രഹാമിനോട് ഈ പിള്ളേർ ചോദിച്ചു, അപ്പച്ചാ അപ്പുറത്തുള്ള എല്ലാവർക്കും നല്ല വീടുണ്ട്, നമുക്കൊരു നല്ല വീട് ഇല്ല. സ്തോത്രം. ഉടനെ യാക്കോബിനോടും യേശാവിനോടും 2 പേരെയും ഇടതും വലതുമായിട്ട് ചേർത്ത് നിർത്തിയിട്ട് അപ്പൻ ഇങ്ങനെ പറഞ്ഞു, മക്കളെ നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതത്രേ. അമ്മേ സ്തോത്രം. അല്ലേലു. കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനവുമുള്ള ആ നല്ല നഗരത്തിനായി കാത്തു. 2 പേർക്ക് ഒരുപോലെ ബുദ്ധി ഉപദേശം കൊടുത്തെങ്കിലും 15-ാമത്തെ വയസ്സിൽ കേട്ട വെളിപ്പാട് ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച ഒരു മോനായിരുന്നു യാക്കോബ്. തെറ്റിപ്പോയി. ഓട്ടെ, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ വിസ്തരിക്കാം, വേഗം പോകുന്നു. സ്തോത്രം. അങ്ങനെ യാക്കോബിനും ദൈവം സന്തതികളെ കൊടുത്തു. ആമേൻ. എത്ര എണ്ണത്തെ കൊടുത്തു? 13 എണ്ണം. ഹല്ലേലൂയ. പെങ്കൊച്ചു പോട്ടെ. ആമേ 12 ആൺകുഞ്ഞുങ്ങൾ. സ്തോത്രം. യോസേഫിനെ പിടിച്ചുമാർ എവിടെ ഇട്ടു? പൊട്ടക്കിണറ്റിലിട്ടു. ആമേ പൊട്ടക്കിണറ്റിലിട്ടിട്ട് ഇവൻ്റെ വസ്ത്രം എന്ത് ചെയ്തു? ആദ്യം ഊരി അങ്ങ് എടുത്തു. ഒരു ആട്ടിൻകുട്ടിയെ എന്ത് ചെയ്തു? അറത്തു. ആ ആട്ടിൻകുട്ടിയുടെ രക്തത്തിനകത്ത് എന്തോ മുക്കി? ഉറക്കെ പറ. യോസേഫിൻ്റെ അങ്കി മുക്കി അപ്പൻ്റെ കൈ കൊണ്ട് എന്ത് ചെയ്തു? കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ മകൻ്റെ അങ്കിയോ? ആമേൻ. യാക്കോബ് നോക്കിയേ, വസ്ത്രം തുറന്നു പോലും നോക്കാതെ മകൻ്റെ അങ്കി എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. പിടികിട്ടിയോ? സ്തോത്രം. ജീവിച്ചിരിക്കുന്നവൻ മരിച്ചെന്ന് ആദ്യ അപവാദം പറഞ്ഞ ആരാ? ഉറക്കെ പറ സഹോദരന്മാരാ. പറഞ്ഞതെങ്ങനെയാ? നിന്റെ മോനെ ദുഷ്ടമൃഗം കടിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ച്, ദുഷ്ടമൃഗം ഒരു മനുഷ്യനെ കടിച്ചു കീറണമെങ്കിൽ ഉടുപ്പ് ഊരിടാൻ ഞാൻ നിന്നെ കീറട്ടെ എന്ന് പറയുമോ? ഇല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ അമ്മൻ ഈ അപ്പൻ സത്യത്തിൽ ഈ ഉടുപ്പൊന്ന് നിവർത്ത് നോക്കിയാൽ മതിയായിരുന്നു, ഇതിനകത്തെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാനെ. നമ്മളും ഇങ്ങനെ ആരേലും വന്ന് പറയുന്ന വ്യാജവും അമ്മേൻ സ്തോത്രം ഹല്ലേലൂയ അപവാദവും കേട്ടിട്ട് മറ്റുള്ളവരെ വിലയിരുത്തും. എന്നാൽ നിന്റെ കൈ കിട്ടിയതിൽ വല്ല സത്യാവസ്ഥ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ആമേൻ സ്തോത്രം വേഗത്തിൽ മുമ്പോട്ട് പോവാ. അങ്ങനെ യോസേപ്പ് നേരെ എവിടെ ചെന്നു? മിസ്രൈമിൽ ചെന്നു. യോസേപ്പിനെ ദൈവം ഉയർത്തി. ആമേൻ. യോസേപ്പ് മിസ്രൈമിൽ ഒത്തിരി പാണ്ഡികശാല എന്ത് ചെയ്തു? പണിതോ. ധാന്യങ്ങളൊക്കെ സ്വരൂപിച്ചു. നമുക്ക് കഥയും ചരിത്രമൊക്കെ അറിയാം. ഹല്ലേലൂയ. ഇതിനകത്തെ 1-2 വെളിപ്പാട് ഓടിച്ച് ഞാൻ പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇസ്രായേലിലും എന്തോ വന്നു? ക്ഷാമം വന്നു. വാസ്തവത്തിൽ മിസ്രൈം എന്ന് പറയുന്ന രാജ്യം 3 ഭൂഖണ്ഡങ്ങളുടെ അതിരായി വരുമെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും സ്തോത്രം ഒക്കെ അതിർത്തിയായിട്ട് ഏത് വരും? യൂറോപ്പിൻ്റെയും അതിർത്തിയായിട്ടാ എവിടം വരുന്നേ? ദൈവം ചെയ്ത പരിപാടി കണ്ടോ? ഈ 3 ഭൂഖണ്ഡക്കാർക്കും എവിടെ വരണം? ആഹാരം സമ്പാദിക്കാൻ. അവിടെ ആരെ കൊണ്ടുപോയി? യോസേപ്പിനെ കൊണ്ടുപോയി. മനസ്സിലാകുന്നുണ്ടോ? മിസ്രൈമിൽ എന്തുകൊണ്ടാ ദൈവം ധാന്യം വർദ്ധിപ്പിച്ചെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ വരത്തക്കവണ്ണമുള്ളൊരു ഏക സ്ഥലമായിരുന്നു. എവിടം എന്ന് വെച്ചാൽ ഈ എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും അതിരെന്തീവ പങ്കിടുക. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? ദിവ്യജ്ഞാനിയായ കർത്താവ് എത്ര ശ്രേഷ്ഠമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നേ. പോട്ടെ, അവിടെ ധാന്യമുണ്ടെന്ന് ആരും അറിഞ്ഞു? യാക്കോബും അറിഞ്ഞു. യാക്കോബ് ഉടനെ മക്കളെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. ഉറക്കെ പറ. മിസ്രൈമിലേക്ക് വിട്ടു. നേരെ മിസ്രൈമിൽ വന്നവര് ധാന്യമൊക്കെ ശേഖരിച്ച് മടങ്ങിപ്പോയി. അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ആ ഇളയ ബെന്യാമിനെയും കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഏറ്റവും ഒടുവിൽ അപ്പൻ ജീവനോടെ ഇരിക്കുന്നതെന്ന് എന്ത് ചെയ്തു? അറിഞ്ഞു. സ്തോത്രം. അപ്പൻ ജീവനോടെ ഇരിക്കുന്നത് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവരോട് പറഞ്ഞു, അപ്പനെയും കൂടെ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതിന് യോസേപ്പ് എന്തയച്ചെന്നാ? തൻ്റെ രഥം അയച്ചു. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, ആ കാലത്തിലെ വേൾഡിലെ നമ്പർ 1 രാജ്യമായ ഏത്? മിസ്രൈം. അങ്ങനെയാണെങ്കിൽ നമ്പർ 1 രാജ്യമായ മിസ്രൈമിൽ നമ്പർ 1 ക്വാളിറ്റിയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. സ്തോത്രം. ആ കാലത്തിലെ നമ്പർ 1 സാമ്രാജ്യമായ സ്തോത്രം മിസ്രൈ സാമ്രാജ്യത്തിൻ്റെ ഫറവോൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം വഹിക്കുന്നവൻ ആരാ?
യോസേപ്പ് പിടികിട്ടിയോ? സ്തോത്രം. എന്ന് വെച്ചാൽ യോസേപ്പ് ആമേ സാധാരണക്കാരനൊന്നുമല്ല, ഫറവോന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മനുഷ്യനാ. സ്തോത്രം. അദ്ദേഹം അയച്ച രഥമാണ് എങ്ങോട്ട് വന്നത്? ഇന്നത്തെ ആധുനിക കാലം വെച്ച് ഞാൻ പറയാം, അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്ന എന്തേ വിടത്തുള്ളൂ. ആമേൻ. അന്ന് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തോ വിട്ടു? ഉറക്കപ്പറ, രഥം വിട്ടു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങളുടെ മോൻ ഈ കാലത്തെ വേൾഡിലെ നമ്പർ 1 രാജ്യത്തിലെ മന്ത്രിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുവോ? ആരും മിണ്ടുന്നില്ലല്ലോ. ഇരിക്കുവോ? സ്തോത്രം. ഇനി മകൻ അയച്ച ഫ്ലൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നെന്നിരിക്കട്ടെ, സഭയിലെ പാസ്വേഡ് പോലും പറയാതെ നമ്മൾ പോയി എവിടെ കയറും? അത് തന്നെയാണ് യാക്കോബിനെ സംഭവിച്ചത്. തെളിയിക്കാൻ പോവാ. സ്തോത്രം. ചുമ്മാതല്ല ഈ കയറ് വീണത്, ഇതിന്റെ പിന്നിൽ ചില ചരിത്രങ്ങളുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോ വേൾഡിലെ നമ്പർ 1 രാജ്യം, അവിടുത്തെ നമ്പർ 1 രഥം എങ്ങോട്ട് വന്നു? യാക്കോബിന്റെ. യാക്കോബ് സത്യത്തിൽ ആരാ? തനി നാടൻ ഭാഷ പറഞ്ഞാൽ, സ്തോത്രം, ആമേൻ, ആട്ടിടയനാ. ആമേൻ. സത്യത്തിൽ ഈ രഥം വരുമ്പോഴും എൻ്റെ ചിന്തയെ പറഞ്ഞാൽ പുള്ളി കൂട്ടിനകത്തായിരിക്കും. പിടികിട്ടിയോ? ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറുന്നത് എപ്പോഴാണെന്ന് പറയാൻ ഒക്കുകയില്ല. മനസ്സിലായോ? ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പ്രാർത്ഥിച്ച ദൈവകുഞ്ഞെ, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. നിന്റെ വാഗ്ദത്തം ദൈവം നിവർത്തി പദത്തിൽ എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം പറ. അപ്പൊ ഈ മനുഷ്യൻ ഈ രഥം കണ്ടപ്പോഴത്തേന് ചാടി എങ്ങോട്ട് കയറി? രഥത്തെ കയറി. എത്ര വയസ്സുണ്ട്? 130 വയസ്സുള്ള 46-ാം അധ്യായം ഒന്ന് എടുത്തു വെക്കണേ, ഉൽപ്പത്തി പുസ്തകം. ആമേൻ. സ്തോത്രം. എവിടെ കയറി? രഥത്തെ കയറി. സ്തോത്രം. രഥത്തെ കയറി പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. എത്ര പേരുണ്ട് മൊത്തം രഥത്തെ? മിസ്രൈമിൽ പോയത് ഏതാണ്ട് 70 പേരാ. അല്ലേലൂയ. മറ്റൊരിടത്ത് 75 എന്ന് പറയുന്നു. നമുക്ക് 70 നിൽക്കാം. സ്തോത്രം. ശ്രദ്ധിച്ചേ. ആമേൻ. ഈ രഥവും വഹിച്ചുകൊണ്ട്, ആമേൻ, ഈ രഥത്തിലിരിക്കുന്ന 70 പേരെ, അല്ലെങ്കിൽ 1, 2, 3 രഥം കാണും, ഇതും വഹിച്ചുകൊണ്ട് രഥം അതിവേഗം പാഞ്ഞു പോവുക. 46-ാം അധ്യായമായപ്പം ബേർഷേബയിലെത്തി. എവിടെ എത്തി? ബേർഷേബയിലെത്തിയപ്പോഴത്തേന് അപ്പം പറഞ്ഞ് രഥം ഒന്ന് 30 വയസ്സുള്ള അപ്പച്ചൻ രഥം നിർത്താൻ പറഞ്ഞപ്പോഴത്തേന് മക്കൾക്ക് കാര്യം പിടികിട്ടി. സ്തോത്രം. അവര് രഥം നിർത്തി കൊടുത്തു. കാരണം അപ്പനൊന്ന് നടുവൊക്കെ, പിന്നെ ബഹുദൂര യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇറങ്ങിയൊക്കെ എന്ത് ചെയ്യും? പണ്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഞാൻ ഏതാണ്ട് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇങ്ങോട്ട് വന്നേ, തിരിച്ചു അങ്ങോട്ട് 5. ഹല്ലേലൂയ. ഒരു 3 മണിക്കൂർ പ്രസംഗം. ഹല്ലേലൂയ. സത്യത്തിൽ ഒരു 14 മണിക്കൂർ എൻ്റെ പോയി. മനസ്സിലായോ? അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊന്നും ചെയ്യും, വിശ്രമിക്കാനൊക്കെ ഒന്ന് നിൽക്കും. ഹല്ലേലൂയ. എന്നതുപോലെ ഈ വളരെ ദീർഘദൂരമായതുകൊണ്ട്, പ്രായമുള്ള പിതാവായതുകൊണ്ട് പറഞ്ഞു ഒന്ന് രഥം നിർത്താൻ പറഞ്ഞു. ഉടനെ പിള്ളേർ രഥം എന്ത് ചെയ്തു? നിർത്തിക്കൊടുത്തു. അപ്പൻ ചാടി എന്ത് ചെയ്തു? ഇറങ്ങി. ഈ രഥത്തെ ഇറങ്ങിയിട്ട് അപ്പൻ അവിടെ കിടന്ന കല്ലെല്ലാം കൂടെ പിടിച്ചെന്ത് ചെയ്തു? വെച്ചു. എന്നിട്ടൊരു യാഗപീഠം അങ്ങോട്ട് പണിതു. ഉടനെ ഇവന്മാര് 69 എണ്ണോ എവിടെ ഇരിക്കുക? രഥത്തെ ഇരുന്നോണ്ട് പറയാം, പുള്ളിക്ക് തുടങ്ങി. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പകലത്തെ പോലെ ഒത്തിരി ചാടിയില്ലേലും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒടുവിൽ നമുക്ക് ആരാധിക്കാനുള്ള ഒരു വകുപ്പിലേക്ക് ഞാൻ വരിക. സ്തോത്രം. ശ്രദ്ധിച്ചേ. അപ്പോൾ പറഞ്ഞു പുള്ളിക്ക്, അല്ലേലും ഈ നമ്മുടെയൊക്കെ വീട്ടിൽ പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്. 7 മണിയാകുമ്പോഴേ 6:45 പാവിരി പ്രാർത്ഥിക്കാം. പാവിരി പ്രാർത്ഥിക്കാം. നമ്മൾ 7:30 സീരിയലും കൂടെ കണ്ടിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിച്ചെന്ന് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ പ്രായമുള്ളവർ ഭവനത്തിലുള്ളത്, ഈ അപ്പച്ചനൊന്നും വേറെ ജോലിയൊന്നും, ഞാൻ കേട്ടിട്ടുണ്ടെന്നേ ചില പിള്ളേർ പറയുന്നേ, അപ്പച്ചനൊന്നും വേറെ ജോലി. സ്തോത്രം. എൻ്റെ പൊന്നു മോനെ, അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നീ നട്ടലോടെ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നതല്ലേ, പോയേനെ. നിന്റെ കാര്യം പോക്കായ, തെളിയിച്ചു കൊണ്ടുവരാം. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ മനുഷ്യൻ ഇറങ്ങി. 130 വയസ്സുള്ള അപ്പച്ചൻ. അപ്പൊ ആരാധനയ്ക്ക് പ്രായപരിധിയും കൂടെ ഇല്ലെന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രായമുള്ളവരും ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. അപ്പൊ ഈ യാഗപീഠം പണിതെന്ത് ചെയ്തു? നന്നായിട്ട് ഒരുക്കിയിട്ട് അവിടെ യഹോവയ്ക്ക് എന്തോ കഴിച്ചു? യാഗം കഴിച്ചു. ഞാൻ ചോദിച്ചു, യാക്കോബേ, മോൻ മിസ്രൈമിലെ മന്ത്രിയല്ലേ? 10 മിനിറ്റ് നേരത്തെ അവിടെ ചെല്ലത്തില്ലേ? അല്ലെ 1 മണിക്കൂർ നേരത്തെ ചെല്ലത്തില്ലേ? ആമേൻ. യാക്കോബ് പറയാം, മോൻ മന്ത്രിയാണെങ്കിലും തമ്പുരാൻ പറയാതെ ഇനി ഇവിടുന്ന് പോകത്തില്ല. എത്ര പേരാമേൻ പറയും? ഹല്ലേലൂയ. യാഗപീഠം പണിതു. പിള്ളേർ പറഞ്ഞു യാഗപീഠം പണിതു. ഇനി അധികം താമസിക്കാതെ അപ്പൻ എവിടെ കയറിക്കോളും? ഉറക്കെ പറ. രഥത്തെ ആരാധന കഴിഞ്ഞല്ലോ, പക്ഷെ കയറുന്നില്ല. യാഗപീഠത്തിന്റെ ചോട്ടി പുള്ളി കിടന്നുറങ്ങി.
ആമേൻ. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്, രാത്രി ദർശനത്തിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചു. എപ്പോഴാ വിളിച്ചത്? രാത്രി ദർശനം. പിള്ളേർ പറഞ്ഞു, യാഗപീഠം പണിയുന്നോടം വരെ ആരാധനയെ വിമർശിച്ചോണ്ട് ഇവരെവിടെ ഇരിക്കുക? രഥത്തെ ഇരിക്കുക. ആരാധന കഴിഞ്ഞിട്ടും അപ്പൻ ആലോചന കേൾക്കാൻ വേണ്ടി എവിടെ കിടക്കുക? അമ്മേൻ. വേൾഡിലെ നമ്പർ 1 സാമ്രാജ്യമാ, മോൻ മന്ത്രിയാ, എല്ലാം ശരിയാണെങ്കിലോ ഉയരത്തിന്ന് സിഗ്നൽ കിട്ടാതെ ഒരു ചുവട് ഞാൻ മുമ്പോട്ട് വെക്കത്തില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അപ്പൻ അവിടെ വിശ്രമിക്കുക. രാത്രി തമ്പുരാൻ വന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു, കുഞ്ഞേ, മിസ്രൈമിലേക്ക് പോകാൻ നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ അവിടെ വലിയ ജാതിയാക്കും. സ്തോത്രം. ആമേൻ. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും. എന്ന് വെച്ചാൽ നിങ്ങളോടുകൂടെ അല്ല, പിന്നെ ആരോടാ? ആരാധിക്കാത്ത ഇവന്റെ ഒന്നും കൂടെ ഞാനില്ല, നിന്റെ കൂടെ ഉണ്ട്. ഒരാമേൻ പറ. സ്തോത്രം. ഹല്ലേലൂയ. യാഗപീഠം പണിതവന്റെ വീട്ടിൽ ജനിച്ചതാണെന്നും പറഞ്ഞോണ്ട്, ആരാധിക്കുന്നവന്റെ വീട്ടിൽ ജനിച്ചതാണെന്നും പറഞ്ഞോണ്ട് നിന്റെ കൂടെ ദൈവമില്ല. ആരാധിക്കുന്ന അപ്പന്മാരുടെ കൂടെ, പ്രാർത്ഥിക്കുന്ന തലമുറയുടെ കൂടെയാ ദൈവമുള്ളത്. സ്തോത്രം. സ്തോത്രം. ആമേൻ. ഒത്തിരി ചരിത്രഭാഗം ഉണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം എല്ലാം വിഴുങ്ങിക്കൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കയറുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, അങ്ങനെ ഇവരെവിടെ ചെന്നു? മിസ്രൈമിൽ ചെന്നു. സ്തോത്രം. ആലോചന കേട്ടവൻ, അവൻ്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുള്ളവൻ ചെന്നിറങ്ങിയപ്പോഴേ വൻ സ്വീകരണമായിരുന്നു. ഫറവോൻ വന്നിട്ട് ചോദിച്ചു, എത്ര വയസ്സായെന്ന്, അല്ലേ? ആമേ. ഉടനെ പറഞ്ഞു, പരദേശ പ്രയാണം 130 സംവത്സരം. എന്നിട്ട് ഫറവോനോട് പറഞ്ഞു, ആ കിരീടം തലേന്ന് ഒന്നെടുത്ത് ഞാനൊന്ന് അനുഗ്രഹിക്കട്ടെ. വിറയലുള്ള 130 വയസ്സുള്ള അപ്പച്ചൻ്റെ കരം വെച്ച് ആരെ അനുഗ്രഹിച്ചു? ഉറക്കപ്പറ. വേൾഡിലെ നമ്പർ 1 രാജാവിന്റെ ശിരസെ കരം വെക്കാൻ പാവപ്പെട്ട ഒരാട്ടിടയനെ ദൈവം ഇടയാക്കിയതിന്റെ പിന്നിൽ ആരാധനയുടെ മഹത്വമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിവുള്ള ദൈവമക്കൾ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. അതുകൊണ്ട് ആരാധിക്കാൻ മടി കാണിക്കണ്ട. നിന്നെ ആരാധിക്കുന്ന നിന്നെ അവൻ ഉയർത്തിയിരിക്കും. ആരാധിക്കുന്നവരെ ദൈവം ഉയർത്തും. എത്ര പേരാമേൻ പറയും? ആരാധിക്കുന്നവരെ ദൈവം ഉയർത്തുവോ? ഉയർത്തും. ഇനിയിപ്പോ ഫറവോന്റെ കൂട്ടത്തിൽ ഇരുത്തിയായിരിക്കും അന്നത്തെ ആഹാരമൊക്കെ എന്ത് ചെയ്തേ കൊടുത്തത്. ആട്ടിടയനായി ഈ മനുഷ്യൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു നല്ല സ്വീകരണം ലഭിക്കുമെന്ന്. ലാബാന്റെ വീട്ടിൽ ഇവന് അവഗണനയാ ലഭിച്ചത്. ലാബാന്റെ വീട്ടിൽ ഇവനെ നന്നായിട്ട് മാനിച്ചില്ല. അമ്മായിയപ്പന്റെ വീട്ടിൽ മാനിച്ചില്ല. സ്വന്തം വീട്ടിൽ നിന്ന് ഭയപ്പെട്ടോടി. എന്നാൽ ഉലകത്തിലെ നമ്പർ 1 രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി വാർദ്ധക്യത്തിൽ മാനിച്ച ദൈവമാ ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി സ്തോത്രം പറയട്ടെ. അവഗണിക്കട്ടെ ദൈവകുഞ്ഞെ, അനുഗ്രഹം പിന്നാലെ വരുന്നുണ്ട്. സ്തോത്രം. വേഗം ഞാൻ മടങ്ങി വരുന്നു. സമയം നമ്മൾ പിടിക്കുന്നിടത്തൊന്നും സമയം നിൽക്കുന്നില്ല, വേഗം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരുന്നു. ഇപ്പോൾ യോസേപ്പിൻ്റെ കൂടെ ദൈവമുണ്ട്, യാക്കോബിൻ്റെ കൂടെ. ബാക്കി യുവമാരുടെ കൂടെ ഒന്നും ആരില്ല. ആരാധിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ആരില്ല. പിന്നെ ഉണ്ടെന്നൊക്കെ അങ്ങ് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. സ്തോത്രം. ആരാധിക്കുന്ന വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്നവരിലൂടെ ആരുണ്ട്? ദൈവമുണ്ട്. തെളിവ് തരാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരാധിക്കുന്ന യോസേപ്പും മരിച്ചു, ആരാധിക്കുന്ന യാക്കോബും മരിച്ചു. ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടായിരുന്ന കാലഘട്ടം ഇവർക്ക് സുഭിക്ഷതയായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? മിസ്രൈമിലെ ഏറ്റവും നല്ല ദേശത്തിലാണ് ഇവർ ചെന്നത്. എവിടെ? ഗോശൻ. ഏറ്റവും നല്ലതാ. നല്ലതീ കയറിയപ്പോൾ നല്ലവനെ മറന്നു. പണ്ട് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാലഘട്ടത്തിൽ ആരാധനയ്ക്ക് മുൻതൂക്കവും സമയവും നോക്കാതെ ഓടി വന്നുകൊണ്ടിരുന്ന പലരും ഇന്ന് ഉയർച്ച ലഭിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാനെ മറന്നാ ജീവിക്കുന്നെങ്കിൽ ഈ രാത്രി മറക്കരുതേ. ഫറവോന്റെ കയറ് കഴുത്തിനടുത്ത് വരെ എത്തി. എത്ര പേരാമേൻ പറയും? ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഇവർ രണ്ടുപേരും മരിച്ചപ്പോഴാ പീഡ വന്നത്. ആണോ? അതുവരെ കുഴപ്പം വല്ലതും ഉണ്ടായിരുന്നോ? യോസേപ്പ് ഉള്ളപ്പോഴും കുഴപ്പമില്ല, യാക്കോബ് ഉള്ളപ്പോഴും കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്നവർ വീട്ടിലുള്ളത് കൊണ്ടാണ് നീ ഇപ്പം നട്ടലോടെ ഇങ്ങനെ നിവർന്ന് നിൽക്കുന്നത്. ഇവരൊന്ന് പോട്ടെ, അന്നേരം വിവരം അറിയാം.
മനസ്സിലായവർക്കായി സ്തോത്രം. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി വീട്ടിലുണ്ടെങ്കിൽ അതാ വീടിന് അനുഗ്രഹമാ. പ്രാർത്ഥിക്കുന്ന ഒരു പിതാവും മാതാവും വീട്ടിലുണ്ടെങ്കിൽ അതാ വീടിന് അനുഗ്രഹമാ. ഈ രാത്രി ആ തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു, ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. പെട്ടെന്ന് മടങ്ങി വരുന്നു. സ്തോത്രം. ഇവർ രണ്ടുപേരും മരിച്ചതിന് ശേഷം വലിയ പീഡ വന്നു. പീഡയൊക്കെ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം? അറിയത്തില്ലേ? അറിയാം. സ്തോത്രം. അങ്ങനെ പീഡാകാലത്തിൻ്റെ ഒടുക്കമായപ്പോഴത്തേക്ക് ദൈവം ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. പേര് മോശ. ലേവി കുടുംബത്തിലെ ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. മരിക്കാൻ നേരം അപ്പൻ മക്കളെ എല്ലാം വിളിച്ച് 49-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കുക, അല്ലേ? അനുഗ്രഹിക്കുന്ന അപ്പനോട് എനിക്കൊരു ചോദ്യം. അപ്പാ, ആമേൻ, നീ അനുഗ്രഹിച്ച് അനുഗ്രഹ വചസ്സുകൾ പറയുമ്പോൾ ഇവർക്ക് ആർക്കും സമ്പത്തൊന്നും കൊടുക്കുന്നില്ലല്ലോ. കാരണം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഒക്കെ സ്വത്തിൻ്റെ ഉടമ നീയല്ലേ, നിന്റെ കയ്യിലല്ലേ ഈ സമ്പത്ത് മുഴുവൻ. ആമേ, യാക്കോബ് പറയുക, ഇവർക്ക് ഭൂസ്വത്തല്ല ഞാൻ കൊടുക്കുന്നത്. ആമേൻ. മിസ്രൈമിലെ നിക്ഷേപമല്ല ഇവർക്ക് വേണ്ടത്. പിടികിട്ടിയോ? ഇത് മിസ്രൈമാ, നമ്മുടെ സ്വന്തം നാടല്ല, ഇതിനപ്പുറമാ നമ്മുടെ ദേശം. അതുകൊണ്ട് ഇവിടുത്തെ ഒരു തരി മണ്ണിന് വേണ്ടി എൻ്റെ തലമുറ ഇവിടെ കിടക്കാൻ ഞാൻ അനുവദിപ്പിക്കുകയല്ല. ഇവരെല്ലാം വാഗ്ദത്ത നാട്ടിലെത്തണം. അപ്പൻ്റെ ലക്ഷ്യം മനസ്സിലാകുന്നുണ്ടോ? മരിക്കാൻ നേരം എല്ലാവരെയും അങ്ങനെ അനുഗ്രഹിച്ചേ. സ്തോത്രം. ഏറ്റവും ഒടുവിൽ ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ. ആമേൻ. ലേവി കുടുംബത്തിൽ മോശയെ ദൈവം എഴുന്നേൽപ്പിച്ചു. മോശ ശക്തനായി ദൈവിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് കൊട്ടാരത്തിൽ ചെന്ന് ഫറവോനെ വിറപ്പിച്ചു. ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 9 അത്ഭുതങ്ങൾ എന്ത് ചെയ്തു? 9 ബാധകൾ അയച്ചോ? അണ്ട് മിണ്ടുന്നില്ല. ആ 9 എണ്ണം അയച്ചു. സ്തോത്രം. അത് 8 ഉള്ളൂ. ഇല്ല, നമ്മുടെ എല്ലാം ബൈബിളിൽ 10. സ്തോത്രം. അപ്പോൾ 9 എണ്ണം എന്ത് ചെയ്തു? അയച്ചു. 9ാമത്തെ ബാധ അയച്ചിട്ട് ഫറവോന്റെ സന്നിധിയിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ വാക്കായി വാക്ക് ഏതാ? ആമേൻ. സ്തോത്രം. മിസ്രൈം ദേശത്ത് അത് എങ്ങനെ ഇറങ്ങി വന്നതെന്നറിയോ? മോശ വലിയ കോപത്തോടെ എന്ത് ചെയ്തേ ഇറങ്ങി വന്നേ ആണോ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഉഗ്ര കോപത്തോടെ ഇറങ്ങി വന്നു. എന്താ ഇറങ്ങി വരാൻ കാരണം? 9 ബാധ അയച്ചിട്ടും ഫറവോന്റെ മനസ്സെന്ത് ചെയ്യുന്നില്ല? ഉറക്കപ്പറ. കഠിനപ്പെടുവല്ലാതെ ഈ ജനത്തെ എന്ത് ചെയ്യുന്നില്ല? വിട്ടയക്കുന്നില്ല. ഇറങ്ങി വരുമ്പോഴത്തേന് ഫറവോന്റെ ഗ്രഹത്തിൽ നിന്ന് കോപത്തോടെ ഇറങ്ങി വരുന്ന മോശയുടെ തോളത്ത് തട്ടിക്കൊണ്ട് തമ്പുരാന് പറയാനുള്ള ദൂത്, കുഞ്ഞെ, എൻ്റെ അത്ഭുതം ഇവിടെ പെരുകാൻ പോവാ. ഉടനെ മോശയ്ക്ക് തിരിച്ചൊരു ചോദ്യം, ഈ 9 എണ്ണം അത്ഭുതം അല്ലേ? സ്തോത്രം. ഉടനെ മോശയോട് പറയാനുള്ള മറുപടി, മോശേ, ഇതല്ല അത്ഭുതം. ഫറവോൻ തകരുന്നതല്ല അത്ഭുതം. 10ാമത്തെ ഒരു അത്ഭുതം വെളിപ്പെടാൻ പോവാ. അത് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ചിലത് ചെയ്യണം. ഈ 9 എണ്ണവും ഞാൻ ചെയ്തു. 10ാമത്തെ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ചിലത് അതെന്നാ ചെയ്യണം? വീടൊന്ന് കെന്തോ എടുക്കണം, ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചെങ്കടൽ കടന്നത് 6 ലക്ഷം പുരുഷന്മാരാ. സ്തോത്രം. ഒരു പുരുഷന് നമുക്ക് ഒരു വീട് വെച്ച് എന്ത് ചെയ്യാം? കൂട്ടാം. അങ്ങനെയെങ്കിൽ 6 ലക്ഷം വീടുകൾക്ക് എത്ര ആട്? 6 ലക്ഷം ആട്. അതിനെ ഇറക്കണമെന്നാണോ അവയെ ഇറക്കണമെന്നാണോ പറഞ്ഞേ? ഉറക്കെ പറ. അതിനെ ഇറക്കണം. അതെന്ന് പറഞ്ഞാൽ ഏത്? അമ്മേൻ. സ്തോത്രം. ഈ 6 ലക്ഷത്തിന്റെ പെടലിയെ കത്തിവെക്കുമ്പോൾ ഒന്നോർത്തോണം, കാൽവറി പെടഞ്ഞു മരിക്കാനിരിക്കുന്ന സാക്ഷാൽ ദൈവകുഞ്ഞാടിനെ ആത്മദൃഷ്ടി കണ്ടോണം. അങ്ങനെ വീട്ടിലെല്ലാം എന്തിനെ ഇറക്കുക? ആട്ടിൻ കുട്ടിയെ ഇറക്കുക. സ്തോത്രം. ഉടനെ ആമേൻ. വീട്ടുകാരെല്ലാം ചേർന്ന് വേണം എന്ത് ചെയ്യാൻ? അറക്കാൻ. സന്ധ്യയ്ക്ക് ഇറക്കണമെന്ന് പറഞ്ഞു. സന്ധ്യ എന്ന് പറഞ്ഞാൽ ഒരു 7 മണിയെന്നിരിക്കട്ടെ, നമ്മുടെ യോഗം തുടങ്ങുന്ന ടൈം തന്നെ നമുക്കങ്ങ് പിടിക്കാം. എത്ര മണിക്ക് ഇറക്കണം? ഉറക്കെ പറ. രാവിലെ പോയി ചെളിയൊക്കെ ചവിട്ടിയിട്ട് വന്നിട്ട് എന്തിനെ സ്തോത്രം. സന്ധ്യയായപ്പം വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് 7 മണിയായപ്പോൾ ആടിനെ പിടിച്ചെന്ത് ചെയ്തു? കിടത്തി. ആടിനെ കണ്ടിക്കാൻ പോവാ. എത്ര മണിക്കാ? 7 മണിക്ക്. സ്തോത്രം. മോശ പറഞ്ഞ് കൃത്യം 7 ആകുമ്പോൾ എന്ത് ചെയ്യണം? അണ്ട് നമ്മളും അങ്ങനെയല്ലേ? 2015 കയറുമ്പോൾ വലുതുകാല് വെച്ചോണമെന്ന് ഉദ്ദേശിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിടികിട്ടിയോ? നമുക്ക് ചില ചിട്ടകളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നതുപോലെ 7 മണിയാകുമ്പോൾ ഇതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? കണ്ടിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ 7 മണിയാകുമ്പോൾ കത്തിയൊക്കെ തേച്ച് അപ്പനും മക്കളും കൂടെ എന്ത് ചെയ്യുക? ഇങ്ങനെ നിൽക്കുക. ആമേൻ. എല്ലാ വീട്ടിലും ആ സമയത്ത് എന്ത് ചെയ്യണം? കണ്ടിക്കണം. സ്തോത്രം. ആമേൻ. പാളയത്തുള്ള ഒരാൾ പറഞ്ഞ്, ഞാൻ 7 മണിക്കൊന്നും കണ്ടിക്കുകയല്ല. ഉദ്ദേശി അങ്ങനെയൊക്കെ പറയും, ഞാൻ 8 മണിക്ക്. എൻ്റെ പൊന്നു കൂട്ടുകാരാ, നിന്റെ കാര്യം പോക്കാ. പിടികിട്ടിയവർക്കായി സ്തോത്രം. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംഹാരകന്റെ കര മുതുകത്ത് വീഴുന്നതിന് മുമ്പേ ആമേൻ ദൈവസന്നിധി ക്രമപ്പെടണം.
ഹല്ലേലൂയ. അപ്പൊ 7 മണിക്കെന്ന് പറഞ്ഞാൽ എപ്പോൾ അറക്കണം? ആരും കൂടെ എന്ത് ചെയ്തു? ആ കുഞ്ഞാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരാധിച്ചു. ഉപവാസമൊക്കെ നടക്കല്, നിങ്ങൾ പൊക്കോ, ഞാൻ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. 21 ദിവസം ഇവിടെ ആമേ കുടല് കരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സെക്ഷനിൽ പോലും വരാതെ നീ ഇരുന്ന സംഹാരകന്റെ കരം നിന്റെ മേൽ, നിന്റെ മുതുകത്തല്ലാതെ പിന്നെ ആരുടെ മുതുകത്ത് വീഴും? സ്തോത്രം. എത്ര പേർ ദൈവത്തെ സ്തുതിക്കും? പേടിപ്പിക്കാൻ പറഞ്ഞല്ല, കാര്യം പറഞ്ഞതാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയൊന്നും എല്ലാ മഴയായിട്ടും ഇത്രയും പേര് വന്നല്ലോ, അവരെ ഓർത്ത് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പോട്ടെ, ഞാൻ ആ ഭാഗമൊക്കെ വിടുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും ഒരേ സമയത്ത് എന്തിനെ കൊണ്ടുവന്നു? ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. ആട്ടിൻകുട്ടിയെ പിടിച്ചു. കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും എല്ലാവരും കൂടെ ആട്ടിൻകുട്ടിയെ പിടിച്ച് കിടത്തിയേക്കുക. പിഞ്ച് കൈകൊണ്ട് കുഞ്ഞുങ്ങൾ ആട്ടിൻകുട്ടിയെ പിടിച്ചേക്കുക. ആമേ. അപ്പൻ ഇതിൻ്റെ പെടലി എന്ത് ചെയ്തു? അറുത്തു. അറുത്ത ഉടനെ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ചീറ്റിയ രക്തം അപ്പൻ്റെ മേലും മക്കളുടെ മേലും എന്ത് ചെയ്തു? പിരണ്ടു. ഈ രക്തം എടുത്ത് കട്ടളപ്പടി മേലും കുറുമ്പടി മേലും പുരട്ടി. പിടികിട്ടിയോ? ഏറ്റവും വലിയ അത്ഭുതം അവിടെ നടന്നു. എന്താണെന്നറിയാം? ഏറ്റവും വലിയ അത്ഭുതം മുഴ മാറുന്നതല്ല. ഏറ്റവും വലിയ അത്ഭുതം ക്യാൻസർ മാറിയതല്ല. ഏറ്റവും വലിയ അത്ഭുതം കാറ് കിട്ടിയതല്ല. ഏറ്റവും വലിയ അത്ഭുതം 2 നില വീട് കിട്ടിയതല്ല. കുഞ്ഞാടിന്റെ ചോരയാൽ 6 ലക്ഷം പേർ, 6 ലക്ഷം കുടുംബങ്ങൾ ഒരുമിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും ആമേൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയണം, യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിച്ചു. അതാ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാ? ഏറ്റവും വലിയ അത്ഭുതം ഏതാ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം കിട്ടി. നാം ആരായി? അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്ന ഭാഗ്യനാൾ, ഭാഗ്യനാൾ. ഹല്ലേലൂയ. സ്തോത്രം. ആമേ. ശിക്ഷകൾ പോയല്ലോ, നാം രക്ഷിതർ ആയല്ലോ. പാടി കേട്ടിട്ടില്ലേ? ഉണ്ടെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സകല ശിക്ഷകളും പോയി നമ്മൾ എവിടായി? അപ്പൊ ഏറ്റവും വലിയ അത്ഭുതം, മാനവകുലത്തെ സംബന്ധിച്ച് അവൻ എന്തോ ലഭിക്കുക? ഉറക്കപ്പറ. രക്ഷ ലഭിക്കുക. ആമേൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, കുഞ്ഞാടുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായി. ആ ഉറപ്പുള്ളവർ സ്തോത്രം പറ. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു. ഇനി രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാനുണ്ട്. ആമേ. അതും കൂടെ പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. സന്തോഷമുണ്ടോ? അപ്പൊ ഏറ്റവും വലിയ അത്ഭുതം, ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. 2, ആമേൻ, രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, രക്ഷിക്കപ്പെട്ടവർ അധികം നാൾ മിസ്രൈമിൽ തുടരാൻ ദൈവം അനുവദിപ്പിക്കുകയല്ല. അമ്മേ. കാഹളം ധ്വനിക്കും, ഇവിടുന്ന് നാം പറക്കും. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ഇനി വെളിപ്പെടാനിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം, ഉലകം കാണാനിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം, ആമേ, കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് ആമേ കൂടെ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കും. അതിനും കൂടെ തെളിവ് തരാം. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അവർ ഈ 6ാമത്തെ രാത്രി കരമടിച്ച് ആരാധിച്ചിട്ട് പറ, ഈ രാത്രിയിലെ യോഗം തീരുന്നതിന് മുമ്പേ കാഹളം ധ്വനിച്ചാൽ ഞങ്ങൾ പറക്കുമെന്ന് ഉറപ്പുള്ളവർ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. കാഹളം ധ്വനിക്കും. നാം എല്ലാവരും ഇവിടുന്ന് എന്ത് ചെയ്യും? പറക്കും. സ്തോത്രം. ഹല്ലേലൂയ. വാക്യം എങ്ങനെയാ? ക്രിസ്തുവിൽ മരിച്ചവർ, ആരിൽ മരിച്ചവർ? രക്ഷിക്കപ്പെട്ട് ആടിന്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച് സാക്ഷാൽ പെസഹ കുഞ്ഞാടാകുന്ന യേശുവിന്റെ രക്തത്താൽ വിമോചനം പ്രാപിച്ചവർ മണ്ണിലടിയിൽ അടക്കപ്പെട്ടാർ അവരെന്ത് ചെയ്യും? ഉയർത്തെഴുന്നേക്കും. സ്തോത്രം. എല്ലാവരും ഉയർക്കത്തില്ല, മനസ്സിലായോ? അതിനും ഈ മിസ്രൈമിൽ നിന്ന് തന്നെ ഒരു തെളിവ് തരാം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, യോസേപ്പിനെ അടക്കിയത് എവിടാ? മിസ്രൈമില ആണോ? അതെ. സ്തോത്രം. യോസേപ്പ് ഇവരോട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞു, ദൈവം നിങ്ങളെ ഇവിടുന്ന് പോകുമ്പം ഉറക്കപ്പറ, എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, മിസ്രൈമിൽ നടന്ന ന്യായവിധി കണ്ടോ? എല്ലാ വീട്ടിലും മരണം ഉണ്ടായി. എല്ലാ വീട്ടിലെയും കടിഞ്ഞൂൽ എന്ത് ചെയ്തു? മരിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, തമ്മിൽ ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നുണ്ടോ? ഇല്ല. എല്ലാ വീട്ടിലും
ഒരു രാജ്യത്തെ എല്ലാ വീട്ടിലെയും മരണം പിടികിട്ടിയോ? ദൈവജനത്തോട് കളിക്കുന്നവനെ ദൈവം തൊടുന്നത് ഇങ്ങനെ. ഇപ്പൊ സ്വന്തം അപ്പന്മാർ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് മണ്ണുമാന്തി അടക്കിയ ഏക രാജ്യം എവിടാ? പിടികിട്ടിയോ? ഇങ്ങനെ ഇവരെല്ലാം അടക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, മോശ ചെന്ന് അമ്മേൻ പണ്ട് അടക്കിയതിനെ എന്ത് ചെയ്യുക? എടുക്കുക. പിടികിട്ടിയോ? മനസ്സിലായോ? എല്ലാവരുടെയും കുഴിമാടം മാന്തിയോ? ഒത്തിരി എബ്രായർ എവിടെ മരിച്ചു? മിസ്രൈമി മരിച്ചു. എല്ലാവരുടെയും ശവകുടീരം മാന്തിയില്ല. മാന്തിയോ? പിന്നെ ആരുടെയാ മാന്തിയത്? എന്താ കാരണം? വിശുദ്ധിക്ക് വേണ്ടി ജീവിച്ചു, വിശുദ്ധിയിൽ നടന്നു, വിശുദ്ധിക്ക് വേണ്ടി പോരാടി, ആമേ ഭക്തനായി ജീവിച്ചു, അഭക്തിയോട് പൊരുതി, പ്രാർത്ഥനയിൽ യാഗരിച്ചു. ആമേ ഭക്തനായി മരിച്ചടക്കപ്പെട്ടവന്റെ ശവകുടീരം മാത്രമേ ആമേ തുറക്കപ്പെട്ടുള്ളൂ. ഇന്ന് രാത്രിക്കാലം ചർച്ചിലെ ലിസ്റ്റിനകത്ത് പേരുണ്ടെങ്കിലും, ചർച്ച് സെമിട്രിയിലാ കിടക്കുന്നെങ്കിലും, കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കണമെന്നില്ല. ഉയർക്കണമെങ്കിൽ വിശുദ്ധി കാക്കണം. എത്ര പേര് ആമേൻ പറയുന്നു? ഹല്ലേലൂയ. അടക്കാൻ നേരം പലരും പറയും, ആമേൻ സ്തോത്രം, പൂഴിയായ നിന്നെ പൂഴിക്ക് തന്നെ ഏൽപ്പിക്കുന്നു. നീയോ മകനെ പോയിക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ കോണം പിടിക്കാത്ത ഒറ്റ ഒരുത്തനും സ്തോത്രം എഴുന്നേറ്റ് വരത്തില്ല. വരും, പിന്നെ വരും. ഈ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ ഉയർക്കത്തില്ല. ഇന്ന് രാത്രി ഏറ്റവും നല്ലൊരു ഉയർപ്പാണ് നമുക്ക് വേണ്ടത്. അടുത്ത ഭൂമി കാണാനിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം, എൻ്റെ ലൈഫിൽ വെളിപ്പെടാനിരിക്കുന്ന അടുത്ത അത്ഭുതം എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവാ. അമ്മേൻ യോസേപ്പിന്റെ അസ്ഥി എടുത്തതുപോലെ മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ അവരുടെ ശവകുടീരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഏവരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 7 വർഷക്കാലം മധ്യാകാശത്തിൽ അവനോടൊപ്പം ആണ്. ആ സമയത്ത് ഈ ഭൂമി ആമേ സ്തോത്രം മഹോദര കാലഘട്ടമായിരിക്കും. ആമേ മഹോദര കാലഘട്ടത്തിന്റെ 7 വർഷത്തിന്റെ ഒടുവിലത്തെ പീരീഡിൽ ആമേ യഹൂദൻ കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോൾ, ആമേ സ്തോത്രം ഒലിവുമലയുടെ ചോട്ടിൽ ചെന്ന് കുത്തിയവങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കർത്താവും പരിവാരങ്ങളും, അതായത് ഞാനും നിങ്ങളുമായി ഒലിവുമലയിലേക്ക് വരികയും ഒലിവുമലയിൽ കാല് ചവിട്ടുകയും ഒലിവുമല 2ആയി പിളർക്കപ്പെടുകയും അവിടെ തേജസ്സിന്റെ സിംഹാസനം ഇട്ടുകൊണ്ട് ജാതികളുടെ ന്യായവിധി നടത്തുകയും ചെയ്യുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ സൈന്യവുമായി ആമേൻ സ്തോത്രം മശിഹായോട് യുദ്ധം ചെയ്യാൻ കടന്നു വരുമ്പോൾ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിലിട്ട് കളയും. സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുക. അതിനുശേഷം ആമേ ഒലിവുമലയുടെ ഇറക്കമിറങ്ങി ഗിദ്രോൻ തോടിന്റെ കയറ്റം കയറി യെരൂശലേമിലേക്ക് രാജാവായി പ്രവേശിക്കുന്ന ഒരു സുദിനമുണ്ട്. ആ രാജാതിരാജാവിന്റെ പിന്നാലെ ഞാനും കാണുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. രാജകീയ പ്രവേശനത്തിൽ നിറവേറുന്ന സങ്കീർത്തനമാ 24-ാമത്തെ സങ്കീർത്തനം. വാക്യം എങ്ങനെയാ? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. യേശുവിന്റെ കൂടെയുള്ള ദൂതൻ വിളിച്ചു പറയും, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. ആമേ സ്തോത്രം. ഉടനെ കിഴക്കേ വാതിൽ, യെരൂശലേമിലെ കിഴക്കേ വാതിൽ നിൽക്കുന്ന ദൂതൻ ചോദിക്കും, ആമേ ആർക്ക് വേണ്ടിയാ തല ഉയർത്തേണ്ടത്? ആർക്ക് വേണ്ടിയാ വാതിൽ തുറക്കേണ്ടത്? ബലവാനും യുദ്ധവീരനുമാകുന്ന സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വേണ്ടി. എന്നാ ഈ വാതിലപ്പോൾ അടഞ്ഞത്? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരവും ഏറ്റെടുത്തുകൊണ്ട് ആമേ തലയിൽ മുൾക്കിരീടധാരിയായി, കയ്യിൽ കോല് കൊടുത്ത്, ആമേ ശിരസിൽ ഭാരമേറിയ കുരിശുമായി ആമേൻ കിഴക്കേ വാതിലൂടി ഒരുത്തൻ വേച്ചും വിറച്ചും ഇറങ്ങിപ്പോയി. അന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് അവനെ പരിഹസിച്ചു കൊണ്ടുപോയി. രക്തം ജയം. ആ വഴിയിലൂടെ തന്നെ ആമേൻ ദൈവപുത്രൻ തിരിച്ചു കയറുക. തിരിച്ചു കയറുമ്പോൾ ആ സൈന്യത്തിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാകും. രക്തം ജയം. അതിനകത്ത് നിങ്ങളും കാണണം. ഈ രാത്രി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പോടെ എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങോട്ട് കയറുന്നത് ആമേ പരാജയപ്പെട്ടവനായിട്ടല്ല. ഇങ്ങോട്ടിറങ്ങി വന്നത് മുൾക്കിരീടധാരിയായിട്ടാണെങ്കിൽ അങ്ങോട്ട് കയറുന്നത് പൊൻകിരീടധാരിയായി. ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഭാരമേറിയ ആമേ മരക്കുരിശുമായിട്ടാണെങ്കിൽ അങ്ങോട്ട് കയറുന്നത് ദാവീദിന്റെ താക്കോൽ
ആമേ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കയ്യിൽ കോല് പിടിച്ചോണ്ടാണെങ്കിൽ അങ്ങോട്ട് തിരിച്ചു കയറുന്നത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശം വെച്ചുകൊണ്ട്. ഈ രാത്രി ആ രാജാവിനൊപ്പം ഞാനും കാണും. അതാ എന്റെ ജീവിതത്തിൽ ഇനി നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമെന്ന് തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി അല്പനിമിഷം കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിക്കട്ടെ. ചേർന്നെല്ലാവരും ആരാധിക്കാം, കരമടിച്ച് ആരാധിക്കട്ടെ. ജനത്തിന്റെ പൊരുളുകളെ തിരിച്ചുകൊണ്ട് നമ്മോട് ഇന്ന് രാത്രികാലം സംസാരിച്ച എല്ലാ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പുത്തൻ ആലോചനകൾ, പുത്തൻ ദൈവശബ്ദങ്ങൾ, പുത്തൻ വചനത്തിന്റെ വെളിപ്പാടുകൾ പരിശുദ്ധ ആത്മാവ് തന്റെ ദാസന് കൂടെ നമുക്ക് നൽകിയല്ലോ. വചനത്തിന്റെ വാതിലൊക്കെ തുറന്നല്ലോ. ഒരു പ്രസംഗം കേട്ട് അതിന്റെ ചില പോയിന്റുകൾ കുറിച്ചിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ സന്തോഷിച്ചു പോകാനല്ല, ഒരു നിത്യതയുടെ ദർശനം നമ്മുടെ ഉള്ളിൽ പകർന്നുകൊണ്ടാണ് കർത്തൃദാസൻ തന്റെ സന്ദേശം നിർത്തിയത്. അങ്ങനെങ്കിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അല്ലെങ്കിൽ അനവധി അത്ഭുതങ്ങൾ കണ്ട, അനവധി ന്യായവിധികൾ മിസ്രൈമിൽ വെളിപ്പെടുന്നത് കണ്ട മോശയെ നോക്കി സർവശക്തൻ പറഞ്ഞത് ഒരു പെരുകുന്ന അത്ഭുതം വർദ്ധനവിന്റെ മണ്ഡലം വെളിപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ദൈവപൈതലെ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നലകളിൽ നാം ഇറങ്ങിയത്, ഇന്നലകളിൽ നാം നിന്നത്, ഇന്ന് നാം നിൽക്കുന്നത് ദൈവീ അത്ഭുതങ്ങൾ കണ്ടാണ്. എന്നാൽ നാം കാണാൻ പോകുന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. കുഞ്ഞാടിന്റെ ചോരത്തളി ആചരിച്ചവൻ അവന്റെ കാഹളം ധ്വനിക്കുമ്പോ ഉയർക്കുമെന്നുള്ള ഒരു വലിയ അത്ഭുതം. ആ അത്ഭുതത്തെ ഹല്ലേലൂയ അത് ഈ ലോകത്തിൽ ഒതുങ്ങുന്നതല്ല, അത് നൈവശ്യമായതല്ല, അത് നിത്യമായി നിലനിൽക്കുന്നതാണ്. ആ പ്രത്യാശയുള്ളവര് കരങ്ങളെ അടിച്ചു കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഓ ശകന വൽപവാദര വര വര ഉടവൽപവാദ വര വവാവവാവ. ദൈവപൈതലേ, ഈ രാത്രികാലം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ട് പറയുക, പ്രസംഗം കേട്ട് നല്ലത്, വചനം കേട്ട് നല്ലത്. ഇന്ന് നീ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി നീ ഹൃദയം കൊടുക്കണം. നീ രക്ഷിക്കപ്പെട്ട ദൈവപൈതല്, പക്ഷെ നീ ദൈവകൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം സത്യമാ, ഈ ലോകം കാണാൻ പോകുന്ന ഒരു അത്ഭുതമാണ്. കർത്തൃകാഹളം ധ്വനിക്കുമ്പോ എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാര് നിങ്ങൾ ഇവിടെ കയറി വരുവെന്നുള്ള ശബ്ദത്തിന് മധ്യേ വിശുദ്ധന്മാർ ഹല്ലേലൂയ ഇവിടെ നിന്ന് കയറി പോകുമെന്നുള്ളത്. ഹല്ലേലൂയ. അതിനകത്ത് കാണണമെങ്കിൽ ദൈവകൽപ്പനയാകുന്ന സ്നാനം നീ സ്വീകരിക്കണം. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ല, ഇറങ്ങി തിരിച്ചു സത്യം, സ്നാനപ്പെട്ടു സത്യം. ഇന്ന് ദൈവവൈതലെ നിന്റെ ജീവിതം നീ ഒന്ന് ശോധന ചെയ്യണം. അല്ലെങ്കിൽ എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്ന് വിളിക്കുമ്പോ ആ വിശുദ്ധ ഗണത്തിൽ ഉണ്ടോ എന്നുള്ളത് നിന്റെ വാക്ക്, നോക്ക്, പ്രവൃത്തി അതൊന്ന് സ്വയശോധന ചെയ്യാൻ ഇന്ന് രാത്രികാലം നമ്മെ എത്ര നമുക്ക് ദൈവകാര്യങ്ങൾ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിച്ച വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു നിത്യതയുടെ ദർശനം ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകിയല്ലോ. അതിന്റെ ഒരു പുത്തൻ വെളിപ്പാട് കർത്താവ് നൽകിയല്ലോ. ആ ഭയം നമ്മെ ഭരിക്കേണ്ടതിന് നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ വചനത്തിൽ കിടക്കുമ്പോ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. വചനം സംസാരിപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. വചനത്തിന്റെ വാതിലെ കർത്താവ് തുറന്നല്ലോ. ദൈവാത്മാവ് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ. പിന്നെയും മൂർച്ചയുടെ ആയുധമായി ഈ കാലഘട്ടത്തിലെ ദൈവശബ്ദമായി വചനത്തിന്റെ പൊരുളുകളെ തിരിച്ച് ജീവിതങ്ങളെ ദൈവകൃപയിലേക്ക് നയിപ്പാൻ കർത്തൃത്വത്തിനെ കർത്താവ് അധികാരപ്പെടുത്തനായി പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലും ദിനമാറ്റമില്ലാത്ത വചനം ശക്തിയോടെ ഘോഷിപ്പാൻ ഹല്ലേലൂയ അവിടുന്ന് ദാസനെ കരങ്ങളെടുത്തതിനാലെ സ്തോത്രം ചെയ്യുന്നു. ശ്രീമില് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഹല്ലേലൂയ 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 9 ഹല്ലേലൂയ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഹല്ലേലൂയ അവിടെ നടന്നതിനെക്കുറിച്ച് കേൾപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായി ജനം ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ അവരോട് കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ യോസേപ്പിന്റെ അസ്ഥികളും ഹല്ലേലൂയ അവർ എടുത്തുകൊണ്ടുപോയി എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനാലെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിൻ്റെ ഹല്ലേലൂയ രഹസ്യ വരവെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഹല്ലേലൂയ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിച്ചതിനാലെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ക്രിസ്തുവിൽ മരിച്ച
വൃതന്മാരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജീവിച്ചവരാണ് ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. വിശുദ്ധിയോടെ ജീവിച്ചവരാണ് ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുന്നത്. കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുവാൻ ഹല്ലേലൂയ വിശുദ്ധിയോടെ ഹല്ലേലൂയ ഭയത്തോടെ കൃപയോടെ ഹല്ലേലൂയ വളരെ ഒരുക്കത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിപ്പാൻ അവിടെ ഇടയാക്കണമേ. ഈ ഉപവാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഹല്ലേലൂയ രൂപാന്തരം ഹല്ലേലൂയ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. അകത്തും പുറത്തും ഒരുപോലെ രൂപാന്തരം പ്രാപിക്കുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ, അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടുവാൻ ഇടയാക്കണമേ. ആത്മീക വളർച്ച ഉണ്ടാകുവാൻ, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ ദാസനെ കരങ്ങളെടുത്തനാലെ സ്തോത്രം. കേട്ട വചനം ഏവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തനാലെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് വാഴ്ച എല്ലാ വിഷയങ്ങളോടും ഹല്ലേലൂയ ഈ ഉപവാസത്തിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരണമേ. ആമീൻ.